അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടായിരിക്കുന്നു ഉസ്താദെ. പിന്നെ അറമ്മല് സാധാരണ കഅബന്റെ അടുത്താണ്, അതായത് പിന്നെ ഇബ്രാഹിം മഖാമിന്റെ അവിടെയാണല്ലോ ഇമാം നിൽക്കല്. ചില സമയത്ത് ഇന്നിപ്പോ ലോറിന് കണ്ടത് അവിടെ ബാക്കിലായിട്ട്, അതായത് മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലാണ് ഇമാം വന്നത്. അപ്പോൾ മതാഫില് മൗലിലുണ്ട്. നമുക്ക് എങ്ങനെ നിസ്കാരം തുറന്ന് നിസ്കരിച്ചാൽ അഥവാ കുടുങ്ങാണെങ്കിൽ ചെയ്യാവോ എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അതുപോലെ ഞാനൊരു ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ്. ശരിയാൻ വേണ്ടി എപ്പോഴും ദ്വാര ഉൾപ്പെടുത്തണം വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഖൈറും ബറക്കത്തുമുള്ള നമ്മുടെ ഇബാദത്തുകൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തടസ്സമാകാത്തതും നമുക്ക് ജീവിക്കാനും കുടുംബം പോറ്റാനും ഒക്കെ പറ്റുന്ന ഖൈറായ ബറക്കത്തുള്ള ഹലാലായ ഒരു ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട സഹോദരന് എളുപ്പമാക്കുമാറാകട്ടെ. അത് എവിടെയാണോ ഖൈറ്, ആ ഖൈറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുപ്പിക്കുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്ത് ചോദിച്ചത്, ഇമാമ് ഹറം ഷരീഫിൽ അഥവാ മക്ക ഷരീഫില് മസ്ജിദുൽ ഹറാമിൽ ഇമാമ് നിൽക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം അവിടെ പുതിയ ആളായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സ്ഥലത്ത് പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഇമാമ് സ്ഥലം മാറി നിൽക്കാറുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ഇശാ മഗ്രിബ് പോലത്തെ വഖത്തുകളിൽ മിക്കവാറും മഖാം ഇബ്രാഹിമിന്റെ തൊട്ട് ഏകദേശം ബേക്കിലായിക്കൊണ്ട് ആ ഭാഗത്താണ് ഇമാമത്ത് ഉണ്ടാവുക. എന്നാൽ നല്ല ചൂടും വെയിലുമുള്ള സമയത്ത് വെള്ളിയാഴ്ച ജുമുഅക്കല്ലാത്ത ദിവസങ്ങളിൽ റുക്നി യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ മതാഫിൽ നിന്നിട്ട് കേറി മസ്ജിദുൽ ഹറാം പള്ളിയിൽ ഇമാമ് നിൽക്കാറുണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഹറമിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. കഅബ ഷരീഫിന്റെ അവിടെ മാത്രമുള്ള ഒരു പ്രത്യേകത, ചുറ്റുഭാഗത്തും നിൽക്കുന്നവർക്ക് ഇമാമിനെ തുടരൽ അനുവദനീയമാണ് എന്നത്. അത് വേറെ എവിടെയില്ല, മക്കത്ത് ഹറമിൽ മാത്രം അനുവദനീയമായ ഒരു കാര്യമാണ്. കഅബ ഷരീഫിന്റെ ഏത് ഭാഗത്ത് ഇമാമ് നിന്നാലും കുഴപ്പമില്ല, ചുറ്റോട് ചുറ്റും മൗമൂമിങ്ങൾക്ക് നിൽക്കാം. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ഇമാമ് ഏത് ഭാഗത്താണോ നിൽക്കുന്നത് എങ്കിൽ ആ ഭാഗത്ത് ഇമാമിനേക്കാൾ മുന്താൻ പാടില്ല. ബാക്കി 3 ഭാഗത്തും അത് പരിഗണിക്കേണ്ടതില്ല. ഉദാഹരണം പറഞ്ഞാല് റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള ഭാഗത്ത് ളുഹ്റിന് ഇമാമ് പള്ളിയിൽ നിസ്കരിക്കുന്നു എന്ന് സങ്കല്പിക്കും. എന്നാൽ ആ ഒരു ഭാഗം പോലീസുകാര് മുന്നിൽ ആളെ നിൽക്കാൻ അയക്കൂല, അവിടെ കാലിയാക്കിയിടും. എന്നാൽ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും, അഥവാ വാതിലിന്റെ ഭാഗമാണ് കിഴക്ക്, ആ ഭാഗത്തും പാത്തിന്റെ ഭാഗം ആണ് വടക്ക്, ആ ഭാഗത്തും പിന്നെ മിസ്ഫലയുടെ പടിഞ്ഞാറ് ഭാഗത്തും ഈ 3 ഭാഗത്തും കഅബ ഷരീഫിന് അടുത്ത് വരെ ആള് നിൽക്കും. അപ്പൊ ഇമാമിനേക്കാൾ ഒരുപാട് മുന്നിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇമാമ് നിൽക്കുന്ന ഭാഗമല്ലാത്ത ബാക്കി 3 ഭാഗങ്ങളിൽ കഅബ ഷരീഫിന്റെ അടുത്ത് നിന്നാലും ഇമാമ് അതിനേക്കാൾ വളരെ ബേക്കിലുള്ള സൊഫിലാണെങ്കിലും കുഴപ്പമില്ല. അതേ സമയത്ത് ഏത് ഭാഗത്താണോ ഇമാം ഉള്ളത് ആ ഭാഗത്ത് ഇമാമിന്റെ ബേക്കിൽ നിൽക്കാൻ പാടുള്ളൂ, ആ ഭാഗത്ത് മുന്നിൽ നിൽക്കാൻ പാടില്ല. ഇത് മാത്രമേ ശ്രദ്ധിക്കേണ്ടത്. അത് ചിലപ്പോൾ പല ഭാഗത്തും മാറി നിൽക്കും ഇമാമ്. ഏത് ഭാഗത്ത് നിന്നാലും ആ നിൽക്കുന്ന ഭാഗത്ത് ഇമാമിന്റെ പിന്നിൽ സൊഫ് കെട്ടാനേ പാടുള്ളൂ, മുന്നിൽ വരാൻ പാടില്ല. ബാക്കി 3 ഭാഗത്തും മുന്നിൽ വരാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് മസ്ജിദുൽ ഹറാമിൽ മാത്രം അനുവദിക്കപ്പെട്ട ഒരു പ്രത്യേക നിയമമാവുന്നു. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അത് ഇന്നത്തെ വിഷയം ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് അറിയില്ലായിരുന്നു ഉസ്താദെ. പിന്നെ ഇന്നലെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു വിഷയം, മസ്ജിദ് ഖുബായില് ഉള്ള ഏതെങ്കിലും പ്രത്യേക നിസ്കാരത്തിന് വല്ല പ്രത്യേകതയും ഉണ്ടോ എന്ന്
അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഉസ്താദ്. അതായത് ചില നിസ്കാരങ്ങൾ അവിടെ വെച്ചാവുന്നതിനോട് വല്ല പ്രാധാന്യം കൂടുതലുണ്ടോ എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ചരിത്രപരമായിട്ടുള്ളൊരു കാര്യം കൂടി അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഫിക്കിന് ആരും ഇല്ലാത്തതുകൊണ്ട് മൈക്ക് റൈസാൻഡ് ചെയ്തായിരുന്നു ഞാൻ നേരത്തെ. അഥവാ മസ്ജിദ് ഖുബായിന് പരിസരത്തുള്ള അടുത്തുള്ള മഖ്ബറയില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളടക്കം അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും അവിടെ കിടക്കുന്നുണ്ടോ എന്ന് ബന്ധപ്പെട്ട് ഒന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഉസ്താദെ. അവിടെ നിന്ന് പ്രത്യേകം അവർക്കൊക്കെ വേണ്ടിയിട്ട് സിയാറത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിനു വേണ്ടിയിട്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മസ്ജിദുൽ ഖുബയെ സംബന്ധിച്ച് ഇന്ന നിസ്കാരം എന്ന് പ്രത്യേകം കണ്ടിട്ടില്ല. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന ശരീഫിൽ ഉണ്ടാകുന്ന സമയത്തൊക്കെ, മറ്റ് വല്ല ആവശ്യത്തിനും പുറത്തു പോകുന്നവരല്ലാതെ നാട്ടിലുള്ള സമയത്തൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിൽ പരിശുദ്ധമായ മസ്ജിദുൽ ഖുബയിൽ ചിലപ്പോൾ മദീനയിൽ നിന്ന് നടന്നുകൊണ്ടും മറ്റ് ചിലപ്പോൾ വാഹനപ്പുറത്തും വരിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവായിരുന്നു. അപ്പൊ ആ നിലക്ക് എല്ലാ ദിവസവും മസ്ജിദുൽ ഖുബയിൽ പോകാമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഉണ്ടാവുന്ന സമയത്തൊക്കെ സ്ഥിരമായി ശനിയാഴ്ച പോയിരുന്നു എന്നതുകൊണ്ട് ഖുബയിൽ പ്രത്യേകം പോകുന്ന, സ്ഥിരമായിട്ട് പോകുന്നു ഏതായാലും ഖൈർ തന്നെ, അല്ലാതെ ഇടക്ക് സന്ദർഭം നോക്കിയിട്ട് പോകുന്നവർക്ക് ഖുബയിൽ പോകൽ ഏറ്റവും അഫ്ദലായത് ശനിയാഴ്ചയാണ് എന്ന് മനസ്സിലാവും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി തന്നെ ശനിയാഴ്ച മസ്ജിദുൽ ഖുബയിൽ പോവുകയും അവിടെ തഹിയ്യത്ത് നിസ്കരിക്കുകയും അവിടെ ഇത്തികാഫ് ഇരിക്കുകയും ചെയ്യാർ പതിവുണ്ടായിരുന്നു. അപ്പൊ അത് ഫർദ് നിസ്കാരത്തിനുമാവാം, അതല്ലാതെ വെറും തഹിയ്യത്ത് മാത്രവുമാവാം, ഏതുമാവാം. ദിവസം ആഴ്ചയിൽ ഒരിക്കൽ ഒരു ശനിയാഴ്ച അവിടെ ഒന്ന് പോയി തഹിയ്യത്ത് നിസ്കരിച്ച് കുറച്ച് സമയമെങ്കിലും ഇത്തികാഫ് ഇരുന്ന് പോരുമ്പോൾ അതിൽ വലിയ പുണ്യമുണ്ട്. നേരത്തെ തന്നെ വുദു എടുത്ത് അവിടെ വെച്ച് നിസ്കരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പുറപ്പെട്ട് 2 റക്അത്ത് അവിടെ വെച്ച് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിലുണ്ട്. അത് ഏത് ദിവസം ചെയ്താലും കിട്ടും ആ കൂലി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയിരുന്നത് ശനിയാഴ്ചയാണ് എന്നതുകൊണ്ട് ശനിയാഴ്ചക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ അവിടെ സഹാബത്തിന്റെ ഖബറുണ്ട് എന്നത് ഉറപ്പാണ്. പക്ഷെ ആരതൊക്കെ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ അതിന്റെ ഓർമ്മ, എന്റെ ചരിത്രപരമായ ഓർമ്മയില്ല, അതുകൊണ്ട് അത് പറയാൻ കഴിയില്ല. അവിടെ സഹാബത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഉള്ള സഹാബത്ത് അവിടെ മറവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻഗാമികളായ പല മഹാന്മാരും ഉണ്ട് എന്നത് സത്യമാണ്. പക്ഷെ ആരൊക്കെയാണ് പഴയ ആളുകൾ അവിടെ ഉള്ളത് എന്നത് കൃത്യമായ ചരിത്രം എന്റെ അടുക്കൽ ഓർമ്മയില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൂർ മദീനയോടല്ലേ കയ്യോർത്തി കുറെ നേരമല്ലോ നിൽക്കുന്നു. ഉസ്താദ്, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കഴിയുന്നത് വരെ ഒരാൾ കൈ ഉയർത്തി കെട്ടിയില്ല എങ്കിൽ പിന്നെ കൈ ഉയർത്തി കെട്ടൽ സുന്നത്തുണ്ടോ? സുന്നത്തില്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുമോ? 2 കൈയും ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുമ്പോൾ 4 അനക്കമുണ്ടാവുമല്ലോ എന്നാണ് ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. പിന്നെ ഒരു കാര്യം പറയേണ്ടത് ഇൻഷാ അല്ലാഹ് ചോദ്യത്തിന് ശേഷം ഉത്തരത്തിന് ശേഷം പറയാം. കീശേരിക്ക് ചോദിക്കാനുള്ളത് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു മസലയാണ്. അതിന്റെ ശരിയായ സുന്നത്തിന്റെ രീതി തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങുന്നതോടുകൂടി കൈ ഉയർത്താൻ തുടങ്ങുകയും തക്ബീറത്തുൽ ഇഹ്റാം അവസാനിക്കലോടുകൂടി കൈ രണ്ടും ചുമലിന്റെ നേരെ എത്തുകയുമാണ്. അഥവാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റാ ഉച്ചരിക്കുമ്പോഴേക്ക് കൈ രണ്ടും ചുമലുകൾക്ക് നേരെ, അഥവാ തള്ളവിരൽ കാതിന്റെ താഴെ അറ്റത്തും നടുവിരൽ ചെവിയുടെ മേലെ ഭാഗത്തും ഉള്ളം കൈയിന്റെ പുറം ചുമലിന്റെ നേരെ വരുന്നയും നിലക്ക് ഉള്ളം കൈ രണ്ടും കിബിലയിലേക്ക് മുന്നിടിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലലാണ് സുന്നത്ത്. എന്നിട്ട് പിന്നെ താഴ്ത്തി കെട്ടുകയാണ് വേണ്ടത്. അപ്പോ ചില ആളുകൾ കെട്ടിയിട്ടാണ് അല്ലാഹു അക്ബർ ചൊല്ലൽ. അത് ഹറാമൊന്നുമില്ല, പക്ഷേ സുന്നത്ത് നഷ്ടപ്പെടും.
മറ്റു ചിലര് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ഹംസ ഉച്ചരിക്കുന്നതോടുകൂടി കൈ ഉയർത്താൻ തുടങ്ങും. അക്ബർ എന്ന റാ ഉച്ചരിക്കുമ്പോൾ കൈ കെട്ടൽ കഴിയും. അതും പൂർണ്ണമായ സുന്നത്തിന്റെ രീതി അല്ല. മറ്റു ചിലർ ആദ്യം തന്നെ കൈ ചുമലിന്റെ നേരെ ഉയർത്തിപ്പിടിച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി നെഞ്ഞിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ കെട്ടും. അതും ശരിയായ സുന്നത്തിന്റെ രീതിയല്ല. ശരിക്കുള്ള പൂർണ്ണമായ സുന്നത്തിന്റെ രീതി ഹംസ ഉച്ചരിക്കുന്നതോടുകൂടി ഉയർത്താൻ തുടങ്ങുകയും അക്ബർ എന്നതിനെ റാ ഉച്ചരിക്കുന്നതോടുകൂടി ഉയർത്തൽ അവസാനിക്കുകയും ചെയ്യുക. എന്നിട്ട് തക്ബീർ ചൊല്ലി കഴിഞ്ഞതിന് ശേഷമാണ് നെഞ്ഞിന്റെയും പൊക്കിളിന്റെയും ഇടയിലേക്ക് താഴ്ത്തി വെക്കേണ്ടത്, എന്നിട്ട് കെട്ടേണ്ടത്. ചോദ്യം അതല്ല, ഒരാള് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം കൈ ചുമലിന്റെ നേരെ ഉയർത്തി എന്നിട്ട് കെട്ടി, ഇതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുമോ? കാരണം രണ്ട് കൈ ഉയർത്തുമ്പോൾ ഉയർത്തല് രണ്ടനക്കം, തിരിച്ച് ഇങ്ങോട്ട് താഴ്ത്തൽ വേറെ രണ്ടനക്കും, അങ്ങനെ രണ്ടും രണ്ടും നാലനക്കം വരൂലേ? സുന്നത്തില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുമല്ലോ. അങ്ങനെ വേർതിരിച്ചാവുമ്പം അത് ശരിയാണ്. അതേസമയത്ത് വേർതിരിക്കാതെ കൈ ഉയർത്തി അങ്ങനെ തന്നെ ഉയർത്തലോട് കൂടി തന്നെ അങ്ങനെ താഴ്ത്തി കെട്ടുകയും ചെയ്താൽ രണ്ടനക്കമായിട്ടേ കൂട്ടുള്ളൂ. അതേസമയത്ത് കൈ ഉയർത്തി അവിടെ നിന്ന് നിർത്തി ഒന്ന് അനക്കം അടങ്ങിയതിന് ശേഷം താഴ്ത്തുകയാണെങ്കിൽ അപ്പൊ നാലനക്കാവുകയും ചെയ്യും. അത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ രണ്ടനക്കം വരുമ്പം തന്നെ അത് സുന്നത്ത് നഷ്ടപ്പെടുത്തും. ചിലപ്പോൾ കറാഹത്ത് കൊണ്ട് കൂലി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. സുന്നത്തായ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മളെ ഈ കാർട്ടൂൺ വരച്ചെല്ലാം ചിത്രം വരച്ചിട്ടുള്ള ടീഷർട്ടെല്ലാം നമ്മൾ ഡ്രസ് ചെയ്യൂലേ, അതിട്ടിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാവും എന്നതാണ്. അസ്സലാമു അലൈക്കും. നിങ്ങളെ മൈക്കിന് വല്ലാത്ത പരപര ശബ്ദമുണ്ട്. ഒച്ചുണ്ടെങ്കിലും എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പരപര, അത് ശ്രദ്ധിക്കണം എന്ന് ഉണർത്തണം. ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ അത് കാർട്ടൂൺ രൂപത്തിലായാലും യഥാർത്ഥ രൂപത്തിലായാലും നല്ലതല്ല. ധരിക്കുന്ന വസ്ത്രത്തിലായാലും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിലൊക്കെ അത് ഉപേക്ഷിക്കേണ്ടതാണ്. പക്ഷേ ഒരാൾ അങ്ങനെ ചിത്രമുള്ള ഒരു വസ്ത്രം ധരിച്ചു നിസ്കരിച്ചു എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. കാരണം നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളിൽ പെടുന്നതല്ല. പക്ഷേ അത് തെറ്റാണ്. ജീവനുള്ള വസ്തുക്കൾ, മനുഷ്യരുൾപ്പെടെ ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ വരക്കലും ആ വരച്ച വസ്തുക്കൾ നമ്മൾ വസ്ത്രമായി ഉപയോഗിക്കലും ഒക്കെ വിരോധിക്കപ്പെട്ട കാര്യമാണ്. ആ നിലക്ക് അത് തെറ്റാണ്. തന്നെയുമല്ല, സമീപത്ത് നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ബേക്കിലൊക്കെ ഉള്ള ആളുകളുടെ ശ്രദ്ധ തിരിയാനും അവരുടെ ഖുശൂഅ് നഷ്ടപ്പെടാനും ഒക്കെ കാരണമാവുമ്പോൾ നമ്മളത് ഉപയോഗിച്ചു എന്ന കുറ്റത്തിന്റെ പുറമെ മറ്റുള്ളവരുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ കാരണമായി എന്നതുകൊണ്ട് അത് നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാകാൻ ഇടവരും. എന്നാൽ നിസ്കാരം സഹിയാവും, നിസ്കാരം ബാത്തിലാവൊന്നുമില്ല. പക്ഷെ അത് ഉപേക്ഷിക്കേണ്ടതാണ്, ശരിയല്ല. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? നഖം മുറിച്ചതിന്റെ ശേഷം നഖം വെട്ടിന്റെ ഒരേയുള്ള ഭാഗം കൊണ്ട് നഖം താഴ്ചി മിനുസാക്കുന്ന അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നഖം മുറിച്ച സ്ഥലം മൂർച്ച ഉണ്ടാവും കുറച്ച്. അത് ഉരമുള്ള, ചിലപ്പോ നഖം വെട്ടുന്ന അതിന്റെ തന്നെ ഒരു ഭാഗത്ത് അരം പോലെ കുറച്ചോരുണ്ട്, അതിമ്മലോ അല്ലെങ്കിൽ സിമെന്റ് പോലെ തേച്ച സ്ഥലം പോലത്തോടത്തോ അരച്ച് മിനുസാക്കണോണ്ട് ഒരു കുഴപ്പമില്ല. തന്നെയല്ല, അത് നല്ലതുമാണ്. കാരണം ഈ നഖം മുറിച്ച സ്ഥലത്തുള്ള മൂർച്ച ശരീരത്തിൽ ചിലപ്പോൾ നമ്മൾ ചൊറിയാനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ശരീരം പൊട്ടി മുറിവേൽക്കാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ടതാണ്, ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അടുത്ത ചോദ്യം ഉസ്താദേ, ഇവിടെ വന്നതാണ്. നിസ്കാരത്തിൽ പമ്പേഴ്സിൽ മൂത്രമൊഴിച്ച കുട്ടിയെ പിടിച്ചാൽ നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു, ഞാൻ കേട്ടില്ല, ആരെ പറഞ്ഞെന്ന് അറിയില്ല.
കുട്ടി ഇങ്ങോട്ട് വന്ന് നിസ്കരിക്കുന്ന ആളെ പിടിച്ചാലും ഇത് തന്നെയാണോ വിധി എന്ന് ചോദിച്ചിരിക്കുന്നു. നമ്മൾക്ക് കിട്ടും. ആ അത് നാളത്തിന്റെ ഇടക്ക് ഓതുമ്പോ പറഞ്ഞിരിക്കും. ഓതുമ്പോഴോ ഇനി മസല പറയുമ്പോഴോ ഒറ്റ പറഞ്ഞിരുന്നു. പറഞ്ഞ സംഗതി ശരി തന്നെ. കുട്ടിയെ നമ്മൾ പിടിക്കുമ്പോൾ ഉള്ള വിധിയല്ല കുട്ടി നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ എവിടെയെങ്കിലും വന്ന് പെട്ടെന്ന് പിടിക്കുക എന്ന് പറയുന്നത്. കുട്ടിയെ മെല്ലെ മാറ്റിച്ചാൽ മതി. കാരണം ചുമക്കുന്ന വിധി വരും, അതേ ഹുക്കുമ് വരും കുട്ടിയെ നമ്മൾ പിടിക്കുമ്പോൾ. അഥവാ കുട്ടിയുടെ ശരീരത്തിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പുണ്ട്. അത് ശരീരത്തിന്റെ പുറത്തായാലും വേണ്ടിയില്ല, പറഞ്ഞേക്ക് പമ്പേഴ്സിന്റെ അകത്തായാലും വേണ്ടിയില്ല. അങ്ങനെ ഈ നജസ് ഉണ്ട് എന്ന് ഉറപ്പുള്ള കുട്ടിയെ നിസ്കരിക്കുന്നതിനിടയിൽ നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ ആ കുട്ടിയുമായുള്ള ബന്ധം നമ്മളിലേക്ക് ചേരും. അപ്പൊ നജസ്സുമായി ബന്ധപ്പെടുന്നവരുമായി ബന്ധപ്പെട്ടു എന്ന നിലക്ക് നിസ്കാരത്തിന് ബാത്തിലാവും. അതുപോലെ തന്നെ ഈ കുട്ടി നമ്മുടെ ശരീരത്തിൽ കയറിയിരുന്നു, മടിയിൽ കയറിയിരുന്നു അല്ലെങ്കിൽ ചുമലിൽ കയറിയിരുന്നു, എന്നാലും നിസ്കാരം ബാത്തിലാവും. അതില്ലാതെ കുട്ടി വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പിടിച്ചാൽ ആ പിടിച്ച സ്ഥലത്ത് നജസില്ലെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കുട്ടിയെ നമ്മൾ പിടിക്കുമ്പോൾ നമ്മൾ കുട്ടിയെ ചുമക്കുന്ന ഹുക്കുമ് വരും. അതേസമയത്ത് കുട്ടി വന്നിട്ട് ഇങ്ങോട്ട് പിടിക്കുമ്പം ആ ഹുക്കുമ് വരുന്നില്ല. അതേസമയത്ത് കുട്ടി പിടിക്കുന്ന കയ്യിലോ മറ്റോ നജസുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ നിസ്കാരം ബാത്തിലാവെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ കുട്ടി നമ്മളെ ചുമലിലോ മടിയിലോ കയറിയിരിക്കുക, കുട്ടിയെ നമ്മൾ പിടിക്കുക എന്നിവ കൊണ്ട് ആ നജസിന്റെ ഹുക്കുമ് നമ്മളിലേക്ക് ചേരും. കേൾക്കുന്നില്ല? മൊബൈലില് ഖുർആൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ചുമക്കുന്നതും അത് നോക്കി ഓതുന്നതിനും ഓതുക നിർബന്ധമുണ്ടോ? ഒന്ന് അത്. രണ്ട്, ഫാത്തിഹ പോലത്തെ റിംഗ് ടോൺ മൊബൈലിന്റെ ടോണ് അത് വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം. മൊബൈലില് അതിന്റെ മെമ്മറിയിൽ ഖുർആൻ ഉണ്ടാകുമ്പം അത് തൊടുന്നതിനും ചുമക്കുന്നതിനൊന്നും ഒന്നു വേണമെന്നില്ല. അതേ സമയത്ത് അതിന്റെ സ്ക്രീനിലേക്ക് നമ്മൾ ഖുർആൻ കൊണ്ടുവന്ന് അപ്പോൾ അതിന് ഖുർആന്റെ ഹുക്കുമ് വരും, മുസ്ഹഫിന്റെ ഹുക്കുമ് വരും. അത് തൊടണമെങ്കിലും ചുമക്കണമെങ്കിലും വുളു വേണം. തൊടാതെ അവിടെ വെച്ചിട്ട് നോക്കി ഓതുകയാണെങ്കിൽ വുളു നിർബന്ധമില്ല. അതേസമയത്ത് അത് തൊടുകയോ ചുമക്കുകയോ ചെയ്യണമെങ്കിൽ ആ സമയത്ത് വുളു വേണം. കാരണം ഖുർആൻ എഴുതപ്പെട്ട പലകയുടെ ഹുക്കുമ് വരും. ഒന്നായിട്ട് മുസാഫ് ആകുന്നില്ലെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ, പഠിക്കാൻ വേണ്ടി എഴുതപ്പെട്ട പലക, സ്ലേറ്റ്, കടലാസ് പോലുള്ളത് തൊടാനും ചുമക്കാനും വുളു വേണമെന്ന്. അപ്പോ ഒരു പേജ് നമ്മൾ സ്ക്രീനിലേക്ക് എടുത്താൽ എഴുതപ്പെട്ട ഒരു പലകയുടെ അല്ലെങ്കിൽ ഒരു കടലാസിന്റെ വിധി വരും. അത് ആ സമയത്ത് അത് ചുമക്കണമെങ്കിൽ, അതുപോലെ തന്നെ അതിൽ തൊടണമെങ്കിൽ വുളു വേണം. അല്ലാതെ മെമ്മറിയിൽ ഉണ്ടാവുമ്പോൾ വുളു വേണം എന്നില്ല. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. പിന്നെ ഡെൽട്ടോൺ ആയിട്ട് ഖുർആൻ ഫാത്തിഹ എന്നല്ല, ഖുർആൻ ഏതും വെക്കാൻ പാടില്ല. അത് കടുത്ത തെറ്റാവുന്നു. കാരണം എന്താന്ന് വെച്ചാല് ഈ മൊബൈല് നമ്മൾ എല്ലായിടത്തും കൊണ്ടിറക്കും. ചിലപ്പോൾ നമ്മള് ബാത്റൂമില് ടോയ്ലറ്റിൽ മൂത്രിക്കുകയോ കാറ്റിക്കുകയോ ചെയ്യുമായിരിക്കും. അപ്പോഴാണ് ഈ മൊബൈല് ഖുർആൻ ഓതുന്നത്. അപ്പൊ കക്കൂസിന്ന് ഖുർആൻ ഓതാൻ നമ്മൾ കാരണമായി എന്ന് വരും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും അടിയന്തരമായ അത്യാവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അല്ലെങ്കിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്കും ഈ ഫോൺ വരുന്നത്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമുക്കത് എന്താക്കേണ്ടി വരും? കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ ദുരർത്ഥമുണ്ടാക്കുന്ന, ഉദാഹരണം ഫഅലം അന്നഹു ലാ ഇലാഹ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് നിസ്കാരത്തിലാണ് നമ്മൾ കട്ടാക്കി. അപ്പൊ ഒരു കുഫ്രിയത്തിന്റെ വാക്കുകൊണ്ടാണ് അത് അവസാനിക്കാൻ ഇടവന്നത്. കാരണം അതോട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയിക്കാനുള്ള സമയം ചിലപ്പോൾ നിസ്കാരത്തിലായതുകൊണ്ട് പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എമർജൻസി നമ്മൾ മുദീറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴായി ഫോൺ വന്നത്, പെട്ടെന്ന് കട്ടാക്കി. ഇങ്ങനെ
അനർത്ഥം വരുന്ന, ചിലപ്പോൾ കുഫ്രിയത്ത് വരെ വരുന്ന അർത്ഥം വരുന്ന സ്ഥലത്ത് കട്ട് ചെയ്യേണ്ടി വരും. അത് കടുത്ത ഹറാമിന് കാരണമാകും എന്നതുകൊണ്ട്. ചിലപ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്യുന്ന സമയത്ത് ആയിരിക്കാം ഫോൺ വരുന്നത്, അങ്ങനെ കക്കൂസ് എന്ന് ഖുർആൻ. ഇങ്ങനെ ഒരുപാട് അനർത്ഥങ്ങൾ അതുള്ളത് കൊണ്ട് ഇത്തരം ബഹുമാനിക്കപ്പെടുന്ന ഖുർആനോത്ത്, ദിക്ർ, സ്വലാത്ത് പോലത്തത് ഡയറക്റ്റോടായിട്ട് ഉപയോഗിക്കാതിരിക്കേണ്ടതാണ്. അത് തെറ്റാവുന്നു ഉപയോഗിക്കുന്നത് എന്ന് ചുരുക്കി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതുപോലെ ഒരു PM-ൽ വരുന്നൊരു ചോദ്യമാണ് ഉസ്താദെ, സ്ത്രീകള് ഒക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് പള്ളികളിൽ മുസ്ലിം നിസായിൽ പോയിട്ട് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? ആ സമയത്ത് അന്യ പുരുഷന്മാരെ തുടരുകയാണെങ്കിൽ അതിൽ കറാഹത്ത് വരുമോ, അതല്ല അത് ഒഴിവാക്കിയിട്ട് അവിടുന്ന് നമുക്ക് യോജിക്കാൻ പറ്റിയ സ്ത്രീകളോട് മാത്രം ജമാഅത്തായിട്ട് നിസ്കരിക്കുക? എന്താണ് അവിടുത്തെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട മാർഗം, ഉത്തമം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ചോദ്യമായിരുന്നു. PM-ൽ ഒന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട അത്യാവശ്യ ഘട്ടത്തിൽ ഹിജാബ് പാലിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പോകാം. അങ്ങനെ പോയ സമയത്ത് നിസ്കാരത്തിന്റെ വഖത്തായപ്പോൾ പള്ളിയോടനുബന്ധിച്ച് സമീപത്തോ പള്ളിയോട് ബന്ധപ്പെട്ട് തന്നെയോ ഉള്ള മുസല്ല നിസായിൽ കയറി നിസ്കരിക്കുമ്പോൾ അത് നിസ്കാരം ഖളാ ആകാതിരിക്കാൻ വേണ്ടി സമയത്ത് നിസ്കരിക്കുക എന്ന് പറയുന്ന ആ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ട് അത്തരം സ്ഥലത്ത് കയറി നിസ്കരിക്കൽ അനുവദനീയമാണ്. അത് ജുമാക്കും ജമാഅത്തിനു വേണ്ടി പള്ളിയിൽ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന വിധിയല്ല ഇപ്പറയുന്നത്. ഹലാല ആവശ്യത്തിനു വേണ്ടി പുറത്തു പോയപ്പോൾ നിസ്കാരത്തിന്റെ വഖത്ത് കടന്നപ്പോൾ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം സൗകര്യം ചെയ്ത മുസല്ല നിസായിൽ നിസ്കരിക്കുന്നതിന്റെ വിധി അനുവദനീയമാണ്. പക്ഷെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നാട്ടിലാണെങ്കിലും ഇവിടെ സൗദി അറേബ്യയിലാണെങ്കിലും ഒക്കെ 95% മുസല്ല നിസാവും സെപ്പറേറ്റാ. നമ്മളെ നാട്ടിൽ ഏതായാലും വേറെ റൂമാണ്, പള്ളിയായിട്ട് ബന്ധമില്ലാത്ത സ്വന്തം റൂമിലേ നമ്മളെ സുന്നികൾക്ക് ഉള്ള പള്ളിയിൽ അങ്ങനെ മുസല്ല നിസാ ഉള്ളൂ. എന്നാൽ ഇവിടെയും പലയിടത്തും പള്ളിയായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത മുസല്ല നിസാ ആണ്. ഇനി പള്ളിയായിട്ട് ബന്ധമുള്ളത് തന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. പള്ളിക്കകത്തുള്ള ഇമാമിനെ തുടരണമെങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഈ നിൽക്കുന്ന പള്ളിയിൽ നിന്ന് ഇമാമ് നിൽക്കുന്ന പള്ളിയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി ഉണ്ടായിരിക്കണം. അല്ലാതിരുന്നാൽ ആ ഇമാമിനെ തുടർന്നാൽ നിസ്കാരം തഹയ്യാവുകയില്ല. എന്നാൽ ഇവിടെ സൗദി അറേബ്യയിലുള്ള മുസല്ല നിസായിൽ ഏതിൽ നിന്നും ഇമാമ് നിൽക്കുന്ന പള്ളിയിലേക്ക് നിറ്റത്ത് പുറത്തിറങ്ങി വന്ന് പള്ളിയിൽ കയറല്ലാതെ സ്ത്രീകൾ നിസ്കരിക്കുന്ന മുസല്ല നിസായിൽ നിന്നിട്ടും ഇമാമ് നിസ്കരിക്കുന്ന പള്ളിയിലേക്ക് പ്രവേശിക്കാനുള്ള ഡോർ ഇല്ല എന്നതാണ് സത്യം. അങ്ങനെയുള്ള മുസല്ല നിസായിൽ ഇമാമിനെ തുടരാൻ പാടില്ല. തുടർന്നാൽ നിസ്കാരം സഹിയാവുകയില്ല. കറാഹത്തിന്റെ വിഷയമല്ല, നിസ്കാരം തന്നെ സഹിയാവൂല. അപ്പൊ പിന്നെ ഒറ്റക്ക് നിസ്കരിക്കണം എന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. മറിച്ച് അവിടെയുള്ള സ്ത്രീകൾ നിസ്കരിക്കാൻ ഇമാം നിൽക്കാൻ പറ്റുന്ന സ്ത്രീ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ ഇമാമ് നിന്ന് ബാക്കിയുള്ളവർക്ക് അവരെ തുടർന്ന് നിസ്കരിക്കാം. അത് സുന്നത്താണ്, ജമാഅത്തിന്റെ കൂലി കിട്ടും. അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കാം. രണ്ടായാലും ഈ മുസല്ല നിസായിൽ നിന്നും ഖിബ്ലയിൽ നിന്നിട്ട് തെറ്റി തിരിഞ്ഞോ മറിഞ്ഞോ അല്ലാതെ നേർക്ക് ഇമാമ് നിൽക്കുന്ന പള്ളിയിലേക്ക് പ്രവേശിക്കാനുള്ള ഡോർ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്നിട്ട് തുടരാൻ പാടുള്ളൂ. ഇപ്പൊ ചിലയിടത്ത് മോളിൽ നിന്നാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് കയറാനുള്ള കോണി പുറത്തുനിന്നുണ്ടാകുക, പള്ളിയിൽ നിന്നല്ല. പുറത്തുനിന്ന് കയറിയിട്ട് അവർ പുറത്തേക്ക് തന്നെ ഇറങ്ങണം. അങ്ങനെയുള്ള സ്ഥലം പള്ളിയിൽ തന്നെയാണെങ്കിൽ പോലും മോളിലാണ് ഇമാമ് നിൽക്കുന്നവർക്ക് ഇറങ്ങണമെങ്കിൽ കോണിയിലൂടെ പുറത്ത് മുറ്റത്തിറങ്ങിയിട്ട് വേറെ വരണം. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഈ പള്ളിയിലുള്ള ഇമാമിനെ തുടർന്നാൽ
നിസ്കാരം സഹീഹല്ല. അവിടെ ഇമാമിനെ കണ്ടിട്ടും കാര്യമില്ല, ഇമാമിന്റെ ശബ്ദം കേട്ടിട്ടും കാര്യമില്ല. ഇമാമിനെ കാണുകയോ കാണുന്നവരെ കാണുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നതിന്റെ പുറമെ മഅ്മൂമ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇമാമ് നിൽക്കുന്ന പള്ളിയിലേക്ക് ഖിബിലയിൽ നിന്നിട്ട് തെറ്റാതെയും തിരിയാതെയും സാധാരണഗതിയിൽ വരാനുള്ള വഴി ഉണ്ടെങ്കിലേ തുടർച്ച സഹിയാവൂ. അപ്പൊ ഈ മുസല്ല നിസായിൽ നിന്നിട്ട് അത് ഉണ്ടാവൂല. അപ്പൊ അവിടെ പള്ളിന്റെ അകത്തുള്ള ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ പാടുള്ളതല്ല. തുടർന്ന് നിസ്കാരം തന്നെ ബാത്തിലായി പോകും. ഓക്കെ, ഇത് ഷാഫി മദ്ഹബിന്റെ മസലയെ പറഞ്ഞു കേട്ടോ. നമ്മളിപ്പോ ഷാഫികളാണല്ലോ, ആ നിലക്കാ പറഞ്ഞു. ഓക്കെ, എന്റെ സംശയം എന്താ വെച്ചാൽ, ഞാൻ എന്റെ മകനെ 2 വയസ്സായ മോന് ഉംറക്ക് പോയിരുന്നു. അന്ന് ഇതേപോലെ കുട്ടിക്ക് ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ഞാൻ അമീറിനോട് ചോദിച്ചു, അങ്ങനെ ഇത് പമ്പേഴ്സ് കെട്ടാൻ പറ്റുമെന്ന്. അങ്ങനെ പമ്പേഴ്സ് കെട്ടിയിരുന്നു. അന്ന് നജസൊന്നും ആയിട്ടില്ല. തവാഫ് ചെയ്യുന്ന സമയത്തും സഹി ചെയ്യുന്ന സമയത്തും പമ്പേഴ്സ് കെട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനിപ്പോ ഇനി എന്താ, തെറ്റാണെങ്കിൽ എന്താ ഇനി ചെയ്യേണ്ടത് എന്നൊന്ന് വിശദീകരിച്ചെന്നാൽ നന്നായിരുന്നു. ദുആ-വസിയത്തോടെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ആൺകുട്ടികൾക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം പമ്പേഴ്സ് കെട്ടൽ ഹറാമാവുന്നു. അത് തവാഫിന്റെ സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഇഹ്റാം ചെയ്തത് മുതൽ മുടി മുറിച്ച് തഹല്ലുലാവുന്നത് വരെ പുരുഷന്മാർക്ക് ചുറ്റി നിർമ്മിക്കപ്പെട്ടതോ ആയ ഷെഡ്ഡി, ബനിയന്, തൊപ്പി, സോക്സ് പോലത്തതൊക്കെ ഉപയോഗിക്കൽ ഹറാമായതുപോലെ തന്നെ പമ്പേഴ്സ് ഉപയോഗിക്കലും ഹറാമാണ്. അത് അറിയാതെ സംഭവിച്ചു, അങ്ങനെ സംഗതി കഴിഞ്ഞുപോയി. ഇനി അതിന് ഫിദിയ കൊടുക്കുകയാണെങ്കിൽ 3/1 കൊടുക്കേണ്ടത്. മുഹറമാത്തുൽ ഇഹ്റാമിൽപ്പെട്ട ഒരു വിഷയം സംഭവിച്ചത് 3/1 ഫിദിയാണ് അതിന് ശറഅ് നിർദ്ദേശിക്കുന്നത്. 1, 3 സ്വാഴ് ഭക്ഷ്യധാന്യം, അരി, ഗോതമ്പ്, ഈത്തപ്പഴം പോലെയുള്ളത് 3 സ്വാഴ്. അഥവാ ഒരു സ്വാഴ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന അത്ര, ഏകദേശം കഷ്ടിച്ച് 3 കിലോ, ഇനി 3 ഉണ്ടായിക്കോട്ടെ, ഏറിനോട് കുഴപ്പമില്ല. 3 സ്വാഴ് അറിയാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയാതെ? ഇഹ്റാമിലാന്ന് അറിയാതെയാ? എന്തൊക്കെയാ വിളിച്ചു ഓരോരുത്തർ. ഈ എഴുതുന്നോൽക്ക് മറുപടി പറയാൻ കഴിയില്ലട്ടോ. ആവശ്യമുള്ളവർ മൈക്ക് എടുത്ത് ചോദിക്കുക. അല്ലാതെ ഈ പബ്ലിക്കിൽ എഴുതുന്നതിനൊക്കെ മറുപടി പറയാൻ തന്നാൽ പിന്നെ അതിനെ സമയം ഉണ്ടാവുള്ളൂ. അറിയാതെയാണ് ഇഹ്റാമിലാണെന്നുള്ള ഓർമ്മ ഇല്ലാതെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയാതെ അറിയാതെ എന്ന് പറഞ്ഞാൽ ഈ ഉസ്താദന്മാരുടെ കൂടെ ഇൽമു പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ അറിയാതെ എന്ന് പറഞ്ഞാൽ ഉദ്ർ അറിയാതെ എന്ന് പറഞ്ഞാൽ എനിക്കത് തെറ്റാണെന്ന് അറിയില്ല ഇനി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പുതുമുസ്ലിം ആയിരിക്കണം. അതല്ലെങ്കിൽ ഇൽമു പഠിപ്പിക്കാൻ പറ്റുന്ന അറിയുന്ന ആരും ഇല്ലാത്ത ഏതോ കാട്ടിലോ മലമ്മലോ അട്ടപ്പാടി പോലത്തെ ഏതോ സ്ഥലത്തോ ജീവിച്ചവരായിരിക്കണം. അതാ ഈ അറിയാതെ എന്ന് പറയുന്നത്. മറ്റേതൊക്കെ ഇഹ്റാമിലാണെന്നുള്ള ഓർമ്മയില്ലാതെ സംഭവിക്കുന്നതിനെ പറ്റിയാ. ഇത് അതല്ലല്ലോ, ഇഹ്റാമിലാണെന്നുള്ള ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഹറാമാണെന്ന കാര്യം അയാൾ പഠിച്ചിട്ടില്ല. അതല്ലേ കേസ്? അതൊരു എഴുറല്ല. അതിന് എന്തു വേണം? ഫിദിയ വേണം. ഫിദിയ എന്ന് പറഞ്ഞാൽ 3/1, ഒന്നൊരിക്കൽ 3 സ്വായ്. ഇനി മേലാരും ചോദ്യങ്ങൾ പബ്ലിക്കിൽ അടിക്കാൻ പാടില്ല. ചോദ്യമുള്ളവർ മൈക്കെടുത്ത് ചോദിക്കുക. 3 സ്വായ അരി വാങ്ങിയിട്ട് 1/2 സ്വായ വീതാക്കിയിട്ട് ഹറമിലുള്ള 6 മിസ്കിമാർക്ക് കൊടുക്കുക. അപ്പൊ നിങ്ങളിപ്പോ ഹറമിന്നൊക്കെ പോയി എവിടെയോ നാട്ടിലാണുള്ളത്, അല്ലെങ്കിൽ മറ്റേ UAE-ലോ മറ്റെവിടോ ഉള്ളത് എങ്കിൽ ഒരാളെ ഏൽപ്പിച്ചാൽ മതി. ഹറമിൽ വെച്ചത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ ഏൽപ്പിച്ചാൽ മതി. ഈ ഫിദിയ എന്ന നിരക്ക് 1/2 സ്വായ വീതം 6 മിസ്കിമാർക്ക് 3 സ്വായ അരി വാങ്ങിയിട്ട് കൊടുക്കുക. അതിന് ഒരാളെ ഏൽപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളെപ്പോഴാ വരുന്ന സൗകര്യമുള്ള സമയത്തുണ്ടെങ്കിൽ അപ്പൊ കൊടുത്താൽ മതി. ഏതായാലും മക്കത്ത് കൊടുക്കണം, ഹറമ് കൊടുക്കണത്. അതല്ലെങ്കിൽ 3 ദിവസം നോമ്പ് വെച്ചാലും മതി. കുട്ടിയല്ല നോൽക്കേണ്ടത്, കുട്ടിക്ക് വേണ്ടി നിങ്ങളാ നോൽക്കേണ്ടത്, രക്ഷിതാവ്. അതല്ലെങ്കിൽ ഒരാടർക്ക. ഇഷ്ടമുള്ള 3-ൽ-ഏതെങ്കിലും ഒന്ന് ചെയ്യുക എന്നതാണ് ഇത്തരം ഹറാമായ കാര്യങ്ങൾ സംഭവിച്ചാൽ അതിന് ചെയ്യാനുള്ള ഫിദിയ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കണ്ടാവും വിചാരിക്കുന്നു.
എനിക്ക് വഖഫ് സ്വത്തുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതൊരു നമ്മുടെ ഉപ്പാപ്പ വഖഫ് ചെയ്തൊരു സ്വത്ത് നമ്മളെ സ്വത്തിനോട് കൂടിയിട്ടാണുള്ളത്. അത് അപ്പൊ പള്ളി കമ്മിറ്റിക്കാരൊന്നും വന്നു നോക്കുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു നമ്മളോട് നിങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്നുള്ള വരുമാനം ആയിട്ട് എന്തെങ്കിലും തന്നാ മതി എന്ന് പറയുകയും ഒരു 5000 രൂപ എന്നുള്ളൊരു ഇത് കണക്കാക്കുകയും ചെയ്തിട്ട് കൊടുത്തുകൊണ്ട് വലിയൊരു 10 സെന്റോളമുള്ള സ്വത്താണ്. അപ്പൊ നമ്മളെ പറമ്പ് നോക്കുമ്പോൾ തന്നെ നമ്മളെ നോക്കുന്നുണ്ട്. അതിന്റെ കണക്കുകളൊന്നും വെക്കാറില്ല. എത്ര ചെലവഴിച്ചെന്നോ എത്ര കിട്ടിയെന്നോ ചെലവഴിച്ചെന്നോ വെക്കാറില്ല. അങ്ങനെ 5000 രൂപ വീതം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണോ? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? കാരണം കമ്മിറ്റിക്കാർ വന്ന് നോക്കുന്നില്ല. അവർ പള്ളിയിലോട് ചാരിയിട്ടല്ല, ഒരുപാട് ദൂരമായതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തത് ഇപ്പൊ ഇത് വഖഫ് ചെയ്യുമ്പോഴേ നമ്മളെ കുടുംബത്തിലെ വയറുള്ള ഒരു പള്ളിയിലായിരുന്നു. ആ പള്ളി ഇപ്പൊ വഹാബികളുടെ കയ്യിലാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വിധി എന്താണെന്നും കൂടെ പറഞ്ഞു തരണം. അതെല്ലാം ആധാരെല്ലാം പള്ളിയുടെ പേരിൽ തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ വിധിയും പറഞ്ഞു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഖഫ് സ്വത്ത് അത് അതിന്റെ മേൽനോട്ടം ഈ വഖഫ് ചെയ്ത ആള് ആരെയാണോ ഏൽപ്പിച്ചത് അവരാണ് നടത്തേണ്ടത്. അഥവാ പള്ളി കമ്മിറ്റിയെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത് എങ്കിൽ അവര് നോക്കുകയോ നോക്കാൻ വേണ്ടിയിട്ട് യോഗ്യനായ ഒരാളെ ഏൽപ്പിക്കുകയോ ചെയ്യുക. അതല്ല നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള് തന്നെ അത് നോക്കണമെന്നായിരുന്നു ഈ വഖഫ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നിബന്ധന വെച്ചിരുന്നതെങ്കിൽ അങ്ങനെയും വേണം. അതിന് നാളിർ എന്നാ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് എനിക്ക് മനസ്സിലായത് കമ്മിറ്റിയെ ഏൽപ്പിച്ചതാണ്, കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ കമ്മിറ്റി ആ കാര്യം നിർവഹിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചതാണ്. അതനുസരിച്ച് അതിൽ നിന്ന് വരുമാനത്തിന് ഒരു നിശ്ചിത സംഖ്യ ആ നാളിറാവുന്ന കമ്മിറ്റി കണക്കാക്കി നിങ്ങളോട് തരാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പള്ളിക്ക് വഖഫ് ചെയ്തിരുന്നു. പക്ഷേ ആ സുന്നിയായിരിക്കുന്ന ഒരു മനുഷ്യൻ വഖഫ് ചെയ്തത് സ്വാഭാവികമായും സുന്നി പള്ളിക്കായിരിക്കുമല്ലോ. ആ പള്ളി ഇന്ന് സുന്നികളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇന്ന് മുബത്തദിയങ്ങളാവുന്ന വഹാബി പോലെയുള്ള ഏതോ മുബത്തദിയങ്ങളുടെ കയ്യിലാണ് ആ പള്ളി ഉള്ളത് എങ്കിൽ അതിന്റെ വഖഫ് കൊടുക്കാൻ പാടില്ല. കാരണം വാഖിഫിന്റെ നിയ്യത്ത് സുന്നി പള്ളിക്ക് കൊടുക്കുക എന്നതാണ്. ഇപ്പോൾ അത് സുന്നി അല്ലാത്തവരുടെ കയ്യിൽ പെട്ടുപോയി. അല്ലാഹു തആല അങ്ങനെയുള്ള ഫിത്നകളിൽ നിന്നിട്ട് സലാമത്താക്കുമാറാകട്ടെ. പല കാരണങ്ങളാൽ ഒരുപാട് പള്ളികൾ അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നല്ല, കേരളത്തിലെ ആദ്യകാല സുന്നി സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദാജി തങ്ങള്, മഹാനായ ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന മഹാനായ ഖുത്ബി തങ്ങള്, ബഹുമാനപ്പെട്ട കണ്യത്തുസ്താദ് അവർകള് റഹ്മത്തുള്ളാഹി അലൈഹിം, അങ്ങനെയുള്ള മഹാന്മാരൊക്കെ ദർസ് നടത്തിയിരുന്ന കോടിക്കണക്കിന്റെ ഉറുപ്പിക വഖഫുള്ള ദാറുൽ ഉലൂം എന്ന് പറയുന്ന നമ്മുടെ വാഴക്കാട്ടെ കുഴപ്പക്കാരുടെ സ്ഥാപനം. കുഴപ്പ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടല്ല, അത് അവരുടെ കുടുംബ പേരാ. അങ്ങനെ ആ സ്വത്ത് ഇന്ന് വഹാബികളുടെ കയ്യിലാണ് ആ സ്ഥാപനം എന്ന് മാത്രമല്ല, കോടിക്കണക്കിന് ഉറുപ്പിക വരുന്ന വഖഫ് സ്വത്തുക്കളൊക്കെ കൈവശ ഭൂമി കൈവശക്കാരനെ എന്ന് പറഞ്ഞ് ജനങ്ങൾ പച്ചയായി തിന്നുകൊണ്ടിരിക്കുകയും ബാക്കിയുള്ളത് പെൺകുട്ടികൾ, കുട്ടികൾ എന്ന് പറഞ്ഞൂടെ, പെണ്ണുങ്ങള്, +2 കഴിഞ്ഞ പെണ്ണുങ്ങള് മുന്നിലും ബേക്കറി ചെക്കന്മാര് പിന്നിലും ഇരുത്തി മൗലവിമാര് ഈ ഉറാബും കാക്ക കിത്തും പൂച്ച എന്ന് പഠിപ്പിക്കുന്ന അറബി മുൻഷിക്ക് പഠിപ്പിക്കുന്ന ഒരു സ്കൂളാക്കി മാറ്റി തരം താഴ്ത്തി. കാരണം അതിന്റെ മേൽനോട്ടക്കാരാവുന്ന ആ കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരു ചങ്ങാതി ഒരിക്കൽ വഹാബിയായിരുന്നു, അവനായിരുന്നു അതിന്റെ മാനേജർ, മേൽനോട്ടക്കാരൻ. അവൻ വാഖിഫീങ്ങളുടെ ഉദ്ദേശത്തിന് വിരുദ്ധമായി അത് അറബിക് കോളേജ് എന്ന് പറഞ്ഞ മുൻഷി കോളേജാക്കി മാറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്യുകയും വഹാബി മതക്കാർക്ക് അത് നിരങ്ങാൻ വേണ്ടി കയ്യേറാൻ വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇന്നും ദുഃഖകരമായ അവസ്ഥയിലാണ് പോകുന്നത്. ഇപ്പോ പുതിയതായിട്ട് കുറച്ച് SSF ഒക്കെ കണ്ണുവീച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും SYS ശാസ്ത്രീയമായ സംവിധാനത്തോടു കൂടി നമ്മുടെ നാട്ടിലൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പം പുതിയതായിട്ടൊന്നും അങ്ങനെ കക്കാൻ വഹാബി മൗദൂദികൾക്ക് സാധിക്കാറില്ല. കട്ടത് കട്ട്,
കാരണം അങ്ങനെ കള്ളരേഖകളൊക്കെ ഉണ്ടാക്കി. ഏതായാലും സുന്നികൾ വഖഫ് ചെയ്ത വഖഫ് സ്വത്തിൽ നിന്നും ഇങ്ങനെ അന്യാധീനപ്പെട്ട് അന്യമതക്കാരുടെ കയ്യിൽ പൊട്ടിപ്പോയ പള്ളിക്ക് കൊടുക്കാൻ പാടില്ല. സമാനമായ സുന്നി താല്പര്യമനുസരിച്ച് നടക്കുന്ന പള്ളികളിലേക്ക് കൊടുക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും. ഉസ്താദെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ പള്ളിയിൽ ഇമാമ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റുക്കുവിൽ ചെന്നിട്ടാണ് ഞാൻ നിസ്കാരത്തിലേക്ക് ചേർന്നത്. അപ്പൊ റുക്കുവിൽ പറയാനുള്ളത് 2 തവണയോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണത് ഞാൻ കേട്ടത്. അങ്ങനെ നിസ്കാരം തുടർന്ന് ഞാൻ പൂർത്തിയാക്കി 4ാമത്തെ റക്അത്തിൽ ഇമാമിന്റെ ഒപ്പം തന്നെ ഞാനും സലാം വീട്ടി. അത് കഴിഞ്ഞപ്പോൾ എന്റെ സൈഡിൽ നിസ്കരിച്ചിരുന്ന ആള് അത് കഴിഞ്ഞ് പുള്ളിയുടെ 4ാമത്തെ റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് സലാം വീട്ടിയത്. അന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ റുക്കുവിലേക്ക് പോയപ്പോഴത്തേക്കും ഇമാമ് റുക്കുവിൽ നിന്ന് നിവർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോണ പള്ളിയിൽ ഇമാമ് നിവർന്ന് കഴിഞ്ഞിട്ടാണ് അല്ലാഹു അക്ബർ എന്ന് പറയാറ്. അപ്പോ ഈ നിസ്കാരം ഇപ്പൊ എന്താണ്, ബാത്തിലായോ, മടക്കി നിസ്കരിക്കണോ, എന്താണെന്നുള്ളത് ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മള് പിന്തി തുടരുന്ന ആളുകള് വന്നു കഴിഞ്ഞാൽ ആദ്യം നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം നൃത്തത്തിൽ തന്നെ ചൊല്ലി പിന്നെ റുക്കൂയിലേക്ക് പോകണം. ഇവിടെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് 2ാമതൊരു തക്ബീറും കൂടി ചെല്ലണം എന്നാണ്. കാരണം തക്ബീറത്തുൽ ഇഹ്റാമിന്റെ തക്ബീറും റുക്കൂയിലേക്കുള്ള തക്ബീറും കൂടി വേർതിരിയാനും പൂർണ്ണമായും തക്ബീറത്തുൽ ഇഹ്റാം നൃത്തത്തിലുണ്ടായി എന്ന് ഉറപ്പുവരുത്താനും വേണ്ടിയാണ്. അങ്ങനെ റുക്കൂയിൽ എത്തി ഒരു സുബ്ഹാനല്ലാഹ്, അത്രമാത്രം മതി, ഒരു സുബ്ഹാനല്ലാഹ് അഥവാ അനക്കം മടങ്ങാനുള്ള ഖദർ ഇമാമിന്റെ കൂടെ റുക്കൂയിൽ കിട്ടിയെങ്കിലേ റക്അത്ത് കിട്ടൂ. അതില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ഉറപ്പില്ല, തീരെ കിട്ടിയിട്ടില്ല എന്നറിയാം, അതല്ലെങ്കിൽ കിട്ടിയോ കിട്ടിയില്ല എന്ന് സംശയമാവുന്ന സാഹചര്യത്തിൽ വേണ്ടത് ഇമാമ് സലാം വീട്ടിയതിനു ശേഷം ഒരു റക്അത്ത് കൂടി നിസ്കരിക്കുകയും കിട്ടിയോ കിട്ടിയില്ല എന്ന് സംശയമാണെങ്കിൽ അവസാനം സഹ്വിന്റെ 2 സുജൂദ് ചെയ്യുകയും വേണം. അത് ചെയ്യാതെ നിങ്ങൾ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള ധാരണയിൽ അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടി, ഇവിടെ മറ്റൊരാൾ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങളെ നിസ്കാരം ബാത്തിലാണെന്ന് വിധിക്കാൻ പറ്റൂല. എന്നാൽ നിങ്ങൾക്ക് ഇമാമിന്റെ കൂടെ റുക്കൂ കിട്ടിയിട്ടില്ല എന്ന വന്ന് ഉറപ്പില്ലെങ്കിൽ പോലും വന്നുണ്ട്, കിട്ടിയിട്ടുണ്ടാവില്ല എന്നതാണ് മിക്കവാറും ധാരണ. എങ്കിൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കണം. ഇനി അതല്ല, കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം നമ്മൾ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 2 വട്ടം പറഞ്ഞതിന് ശേഷമാണ് ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറഞ്ഞ് കേട്ടത് എന്നതുകൊണ്ട് റുക്കൂയിൽ നിന്ന് നൃത്തത്തിലേക്ക് എത്തിയിട്ടാണ് ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറയുന്നെങ്കിൽ പോലും 2 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് പറയാനുള്ള സമയം വേണ്ടല്ലോ റുക്കൂയിൽ നിന്നിട്ട് നിവർന്ന് സ്പീക്കറിന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ 2 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ ശേഷമാണ് സമി അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് കേട്ടത് എന്നതുകൊണ്ട് തന്നെ ഇമാമിന്റെ കൂടെ ചുരുങ്ങിയത് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാനുള്ള സമയം എന്തായാലും കിട്ടിയിട്ടുണ്ടാവും എന്ന വന്നുണ്ടെങ്കിൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, അത് തന്നെ മതിയാവും. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നു വിചാരിക്കുന്നു. ഉസ്താദേ, ഈ കണ്ണേറ് ബാധിച്ച ആൾക്ക് ഓതി മന്ത്രിക്കാനുള്ള ഖുർആനിൽ എന്തെങ്കിലും ആയത്തുണ്ടോ ഉസ്താദേ? മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. കണ്ണേറ് ബാധിച്ച ആൾക്ക് മന്ത്രിക്കാനുള്ള ആയത്തുകളുണ്ട്, എല്ലാത്തിനും ഖുർആനിലുണ്ടല്ലോ. ഖുർആനിലില്ലാത്ത ഒരു വിഷയവും ഇല്ല, മനസ്സിലായില്ലേ? ഏതിന് മന്ത്രിക്കുമ്പോഴും ഫാത്തിഹ സൂറത്ത് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ മുഅവ്വിദാത്ത് എന്ന് പറയുന്ന ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നിവ ഏതിനും ഉൾപ്പെടുത്താം. കണ്ണേറാണെങ്കിലും അല്ലാത്ത രോഗങ്ങളാണെങ്കിലും
സെഹർ വരെയുള്ള ഏതിനും ഇത് 4 അഥവാ ഫാത്തിഹ സൂറത്ത്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അത് ഏതായാലും വേണം. അതിന്റെ പുറമെ തബാറക്കന്റെ തൊട്ട് താഴെയുള്ള സൂറത്ത് നൂൻ ഉണ്ടല്ലോ, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, അതിന്റെ അവസാനത്തെ 2 ആയത്തുകൾ വഇൻ യകാദുല്ലദീന കഫറൂ ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ ദിക്റ എന്ന് തുടങ്ങിയിട്ട് സൂറത്ത് അവസാനം വരെയുള്ള ആ 2 ആയത്തുകൾ അത് ആവർത്തിച്ചോതുക. 7 അതല്ലെങ്കിൽ 11 അതല്ലെങ്കിൽ 21 തുടങ്ങിയ എണ്ണങ്ങളിൽ ആവർത്തിച്ച് ഓതി ഈ വ്യക്തിയെ ഓതുകയും ചെയ്യാം. അതുപോലെ തന്നെ വളരെ ഗൗരവപ്പെട്ടതാണെങ്കിൽ 7 കിണറ്റിൽ നിന്നും ശേഖരിച്ച വെള്ളം ഒരു പാത്രത്തിലാക്കി അതിൽ മന്ത്രിച്ച് മഗ്‌രിബിന്റെ സമയം അഥവാ മോന്തി എന്ന് പറയുന്ന പകലിന്റെ വെളിച്ചം പോയി രാത്രിയുടെ ഇരുട്ട് പൂർത്തിയാകാത്ത സമയത്ത് 4 കൂടിയ വഴിയിൽ വെച്ച് തലയിലൂടെ ഒഴിച്ച് കുളിക്കുന്നത് വളരെ ഫലപ്രദമാണ്. പിന്നെ അതിനൊക്കെ ചികിത്സന്റെ രീതികളൊക്കെ ചികിത്സ അറിയുന്ന ആളുകളാണ് പറയേണ്ടത്. ഏതായാലും സൂറത്ത് നൂനില് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് പറയുന്ന തബാറക്കന്റെ തൊട്ട് താഴെയുള്ള സൂറത്തിന്റെ അവസാനത്തെ വഇൻ യകാദുല്ലദീന കഫറൂ എന്ന് തുടങ്ങുന്ന 2 ആയത്തുകളും ഫാത്തിഹയും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നീ സൂറത്തും, അതുപോലെ തന്നെ സൂറത്ത് മുഅ്മിനീന്റെ അവസാനത്തിലുള്ള ആയത്തുകൾ അതും ഒക്കെ നല്ലതാണ്. പിന്നെ കൂടുതൽ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ഇൽമുള്ള ഉസ്താദന്മാരോട് ചോദിച്ചാൽ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും കഴിയും. ഉസ്താദ് PM-ല് വന്ന ചോദ്യമാണ്. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യകർത്താക്കള് PM അയക്കുന്നവര് ശ്രദ്ധിക്കണം. മൈക്ക് എടുത്ത് ചോദിക്കാൻ പറ്റുന്നവര് മൈക്ക് എടുത്ത് തന്നെ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം റേഡിയോ ശ്രോതാക്കൾക്കും അതുപോലെ തന്നെ മൈക്ക് എടുക്കാൻ കഴിയാത്ത ഫാമിലികൾക്കും ഒക്കെ സൗകര്യം ചെയ്യുമ്പോൾ അവരുടെ അവസ്ഥ ബാക്കിയുള്ളവർ ദുരുപയോഗം ചെയ്യരുത് എന്ന് അറിയിക്കുകയാണ്. ഒരു ചോദ്യം, അവസാനത്തെ തഹിയാത്തില് തബറുക്കിന്റെ ഇരുത്തം ഇരുന്നില്ലെങ്കിൽ നിസ്കാരം സഹി ആകുകയില്ലേ എന്നാണ് ഒരു ചോദ്യം വന്നത്. ഒരു ചോദ്യം കൂടെ കൂട്ടത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമുഖമായിട്ട് ഉസ്താദ് ചീത്ത പറയരുതെന്ന് പറയാണ്. കാരണം ഒരു വിഷയത്തില് ഒരു മസ്അല പറഞ്ഞു കൊടുത്തൊരു വിഷയത്തില് സുന്നികൾ അഥവാ AT സുന്നികൾ തുടരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിന് എന്നൊരു ചോദ്യം അഥവാ ഒരു വികാരഭരിതമാക്കുന്ന രൂപത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിന് തിരിച്ച് ഒരു ചോദ്യം അഥവാ ഇങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ നമ്മളെ ഒരു ഇക്കോലത്തിലാക്കുന്ന ആളുകളെ തുടരാൻ പറ്റുമോ എന്ന് ഒരു സഹോദരൻ ചോദിച്ചതാണ് എന്നും കൂട്ടത്തിൽ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അവിടുത്തെ മദീനന്ന് ഞങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാരക്കേണ്ടി എന്നാ മതി. ഞാൻ ദേഷ്യം പിടിച്ചൊന്നുമില്ല, മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ദ്വാരക്കണം നന്നായിട്ട്. തബറുക്കിന്റെ ഇരുത്തം ഇരിക്കൽ ഉദൂൽ അത്തഹിയാത്തിൽ സുന്നത്താണ്. അത് ഒഴിവാക്കിയാൽ ഹൈആത്ത് സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്ത് നഷ്ടപ്പെടും, അതിന്റെ പ്രതിഫലം കുറയും എന്നല്ലാതെ നിസ്കാരം ബാത്തിലാവുകയില്ല, ഹറാമിന്റെ കുറ്റുണ്ടാവൂല, സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. പക്ഷേ തബറുക്കിന്റെ ഇരുത്തം ആണ് അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കൽ സുന്നത്ത്. അത് ഒഴിവാക്കിയാൽ സുന്നത്തിന്റെ കൂലി കുറയും, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം, അത് യഥാർത്ഥത്തിൽ എന്തല്ല, വസ്തുതാപരമല്ല, ആ പറയുന്നത് വൈകാരികമാണ്. നമ്മൾ ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരൊരിക്കലും വികാരത്തിന് അടിമപ്പെടാതിരിക്കുകയാണ് വേണ്ടത്, മനസ്സിലായില്ലേ? അതായത് SK-ക്കാര് എന്ന് പറയുന്ന സാധുക്കള്, അങ്ങനെ തന്നെ പറയാം അവരെ പറ്റി, അവരൊക്കെ സുന്നികൾ തന്നെയാണ്. ചുരുക്കം ഇന്നലെ മിഞ്ഞാന്ന് പറഞ്ഞതുപോലുള്ള ചില ഒറ്റപ്പെട്ട വ്യക്തികളെ മാറ്റിവെച്ചാൽ അവരൊക്കെ സുന്നികൾ തന്നെയാണ്. അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ഉലമാ തൊട്ട് അതിന്റെ സാധാരണ പ്രവർത്തകർ വരെയുള്ള ആളുകൾ സുന്നികൾ തന്നെ. പക്ഷെ ചില താല്പര്യക്കാർ ഭൗതികമായി ഈ സാധാരണക്കാരായ സാധുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് സ്വന്തം കുടുംബം പോറ്റാനും പര വാർപ്പാക്കാനും മുതലെടുത്ത്
വലിയ ലക്ഷങ്ങളുടെ കാറിൽ നടക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ചില വികാര ജീവികൾ സാധുക്കളായി സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഏപ്പിക്കാരെ തുടരാൻ പാടില്ല എന്ന് പറയാണ്. ആ പറയുന്ന വ്യക്തിക്കും അറിയാം ഞാനീ പറയുന്നത് തെറ്റാണ്. അള്ളാഹിന്റെ അടുക്കൽ ചെന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം ചെയ്യപ്പെടും, എനിക്ക് ഉത്തരം പറയാണ്ടാവൂല എന്ന് പറയണോനറിയാം. പക്ഷെ ഈ സാധുക്കൾ, കേൾക്കുന്ന സാധു കുട്ടികൾ ഐറ്റങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് വരില്ല. അവര് യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ AP വിഭാഗവും ചേളാരി വിഭാഗവും തമ്മിൽ അഖീദന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. അഖീദന്റെ കാര്യത്തിൽ ഒരു വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമില്ല. നമ്മളത് തീവ്രമായി പറയുന്നു, അവര് പതുക്കെ പറയുന്നു എന്നുള്ള വിശ്വാസത്തിലൊക്കെ ഒന്ന് തന്നെ. അതുപോലെ തന്നെ ഫിഖ്ഹിയായ മസ്അലകളിൽ ഹറാമിലോ ഫർദിലോ ഖറാഅത്തിലോ സുന്നത്തിലോ എന്തിലെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒന്നുമില്ല. പിന്നെ ആരാ പ്രസിഡന്റ് ആകേണ്ടത്, ആരാ സെക്രട്ടറി ആകേണ്ടത്, അതല്ല 11 ആൾ ഇറങ്ങിപ്പോന്നപ്പം ബാക്കി അവിടെ ഉണ്ടായിരുന്ന 11 ആൾ അല്ലെങ്കിൽ 13 ആള് ഓല് സുന്നി, ഈ ഇറങ്ങിപ്പോന്ന 11 ആള് സുന്നി അല്ലാത്തവര് എന്ന് പറയാണോ? അതല്ല 11 ആൾ ഇറങ്ങിപ്പോന്ന് എന്നിട്ട് പിന്നെ എങ്ങനെ 6 ആള് മാത്രം പുറത്താക്കപ്പെട്ട് ബാക്കിയുള്ള 5 ആൾ എന്തേ പുറത്താക്കാഞ്ഞത് എന്നൊക്കെ പറയുന്ന വെറും സംഘടനാപരമായ മേലും ചോടയും പറയുന്ന ചില വിഷയങ്ങൾ എന്നല്ലാതെ സൊസൈറ്റി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘടനക്ക് അതിന്റെ ജനറൽ ബോഡി കൂടിയിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി നിലവിൽ വന്ന കമ്മിറ്റി, അത് യഥാർത്ഥ കമ്മിറ്റി. പണ്ട് ഞങ്ങൾ കമ്മിറ്റി ആയിരുന്നു എന്ന് പറയുന്ന നടക്കണ ഒരു മനസ്സുഖമായി പാമ്പിന്റെ വള പോലെയാണത്. 11 ആളെ ഇറങ്ങിപ്പോന്നതോടുകൂടിയേ പാമ്പ് വള ഇച്ചേക്ക് പിന്നെ അവിടെ ബാക്കി ഉണ്ടായ വളയാണ്, പാമ്പ് പുറത്ത് പോകുന്നു കഴിഞ്ഞ്. എന്നിട്ട് പിന്നെ ജനറൽ ബോഡി കൂടി പുതിയ സംഘടന വന്നപ്പം സൊസൈറ്റി ആക്ട് പ്രകാരം തന്നെ പുതിയ സംഘടന അല്ലാതെ പഴയ സംഘടനയുടെ നിയമപരമായ പിന്തുടർച്ചയാണ്. അത് ചെയ്യാതെ ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ളത് എന്താണെന്ന് വെച്ചാൽ പഴയ പാമ്പിന്റെ വള കണ്ട പാമ്പ് പോലെ തോന്നും. ഇത് തന്നെയാണ് പാമ്പ് എന്ന് പറയും പോലെയാണ്. അതിന് പാമ്പ് ഊരി പോന്നു കഴിഞ്ഞു. എന്നാലും പണ്ടത്തെ പാമ്പിന്റെ ആ കോല അതിനുണ്ട്, അങ്ങനെ പറയാൻ പറയും. ഇതൊക്കെ ഇപ്പോ അഖീദയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല. സൊസൈറ്റി ആക്ട് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം കോടതി തള്ളി എന്നതുകൊണ്ട് ഒരു സുന്നി അല്ലാതാവുമോ? സുന്നി അല്ലാത്തവൻ സുന്നിയാവോ? എന്തായി പറയുന്നത്? അതൊക്കെ അറിയാഞ്ഞിട്ടാ. പറയുന്നവർക്കും അറിയാം, കേൾക്കണവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതൊക്കെ പാവപ്പെട്ട വിവരമില്ലാത്ത സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് സഹാബത്തിൽ നിന്നിട്ട് താബിഈങ്ങളും താബികളിൽ നിന്നിട്ട് അങ്ങനെ പോന്ന ആ അഖീദ പിന്തുടർന്ന് ജീവിക്കുന്നവർക്കാണല്ലോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറയുന്നത്. അത് സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താലും കണക്കാണ്, രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും കണക്കാണ്. സംഘടന രൂപീകരിക്കപ്പെട്ടാലും കണക്കാണ്, രൂപീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കണക്കാണ്. അതൊക്കെ പിന്നെ നിളാമിന്റെ ഭാഗമാണ്. അപ്പോ ഒരു ഇന്ത്യയിൽ ഒരു കോടതി ഇന്നവരാണ് സുന്നി എന്ന് വിധിച്ചു, അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ സുന്നി അല്ലാന്ന് വരുമോ? കാരണം അത് ഖുർആനും സുന്നത്തിന്റെ വിധിയല്ല. സൊസൈറ്റി ആക്ട് അനുസരിച്ച് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണ് സൊസൈറ്റി ആക്ട്. ആ സൊസൈറ്റി ആക്ട് അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു സംഘടനയുടെ നിയമപരമായ നിലനിൽപ്പ് അത് ശരിയാണെന്ന് പറഞ്ഞാലും അല്ല എന്ന് പറഞ്ഞാലും നമ്മൾ തുടരൽ പറ്റുമോ പറ്റൂല എന്നുള്ള ചർച്ച ദീനിയാണ്. ആ ദീനിന്റെ വിഷയത്തിൽ ഇത് വരുമോ? പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, വസ്തുത മറന്ന് വെറും വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് ചില ഒറ്റപ്പെട്ട, എല്ലാവരും ഞാൻ പറയില്ല, ഒറ്റപ്പെട്ട ചില ആളുകൾ സാധുക്കളായ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആപ്പിക്കാരെ തുടരാൻ പാടില്ല, ഓൾക്ക് സലാം പറയാൻ പാടില്ല, ഓൾക്ക് സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല എന്ന് പറയുന്ന, തീർച്ചയായും അവര് ഈ സ്വന്തം ചെയ്ത തെറ്റിനും ലക്ഷക്കണക്കായ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിനും നാളെ റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും. കാരണം അഖീദയിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണോ, അതെല്ലാം ഫിഖ്ഹിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണോ, ദീനിയായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശർഈയായ അഭിപ്രായ വ്യത്യാസം കൊണ്ടാണോ നിങ്ങൾ ഈ പറയുന്നത്? അതല്ല, കേവലം സംഘടനാപരമായ കാര്യത്തിന് വേണ്ടി സലാം പറയാൻ പാടില്ലെന്നും പറഞ്ഞാൽ മടക്കാൻ പാടില്ലെന്നും തുടർന്ന് നിസ്കരിക്കാൻ പാടില്ലെന്നും പറയുന്നത് കേവല വികാരജീവികളുടെ വികാര പ്രകടനമാണ്. അത് വസ്തുതാപരമല്ല. അതാര് പറഞ്ഞാലും ശരിയല്ല. അതുകൊണ്ട് അവരങ്ങനെ വികാരജീവികൾ എന്ന നിലക്ക് ചില വിവരം കെട്ട ആളുകൾ സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളും വികാരം കൊണ്ടുകൊണ്ട് ഓരോട് നമ്മൾക്കൊന്നും തുടരാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ വസ്തുതാപരമായി കാര്യം കാണണം.
വസ്തുതാപരമായ കാര്യം കാണണം. ഉദാഹരണം പറയാ, ഓരോ സമസ്തന്റെ പ്രസിഡന്റാണ് ഇപ്പൊ കോയക്കുട്ടിയില്ലാർ നിസ്കരിക്കുമ്പോ ഞമ്മക്ക് പോയാൽ തുടരാൻ പറ്റൂല എന്ന് പറയാൻ പടച്ചവനോട് മറുപടി അറിയേണ്ടി വരൂലേ? നമുക്ക് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ SYSന്റെ നേതാവാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. ഇവര് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആലിക്കുട്ടി ഉസ്താദ് നിസ്കരിക്കുമ്പോ എനിക്ക് തുടരാൻ പറ്റൂല എന്നോ, അല്ലെങ്കിൽ കോട്ടുമല ഉസ്താദിന്റെ മകനാണ് ബാപ്പു, ഈ ബാപ്പു ഒരു നേതാവാണ്, ബാപ്പു നിസ്കരിക്കുമ്പോ എനിക്ക് തുടരാൻ പറ്റൂല എന്നോ പറഞ്ഞാൽ അള്ളാന്റെ അടുക്കുന്ന ഞാൻ രക്ഷപ്പെടൂല. എന്താ? അവരൊക്കെ സുന്നികളാണ്. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും പറയുന്നത് കാണണം. പക്ഷേ അഖീദയിലോ ഫിഖ്ഹിലോ ദീനിയായ വിഷയങ്ങളിലോ അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് തുടരാൻ പാടില്ല എന്നോ സലാം പറയാൻ പാടില്ല എന്നോ സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേവല വികാരമാണ്. വികാരത്തിന് അടിമപ്പെടാൻ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നേരത്തെ ഞാൻ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു, അദ്ദേഹത്തെ പറ്റി എനിക്ക് വ്യക്തിപരമായി അറിയുന്നതുകൊണ്ട് പറഞ്ഞതാ, ഞാൻ ആവർത്തിക്കുന്നില്ല. ഏതായാലും ആട്ടെ, അങ്ങനെയുള്ള ആളുകളല്ലാതെ സാധാരണ അതിന്റെ നേതാക്കന്മാരോ പ്രവർത്തകന്മാരോ ആയ ആളുകളൊക്കെ സുന്നികൾ തന്നെയാണ്. അതുകൊണ്ട് അവരോട് സലാം പറയാം, അവർ സലാം പറഞ്ഞാൽ നമ്മൾക്ക് മടക്കാം. അതുപോലെ തന്നെ അവർ സലാം പറഞ്ഞാൽ നമ്മൾ മടക്കൽ വുജൂബാണ്. അതുപോലെ അവർ നിസ്കരിക്കുമ്പോൾ നമുക്ക് തുടർന്ന് നിസ്കരിക്കാം. നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മളോട് തുടർന്ന് അവർക്കും നിസ്കരിക്കാം. അതാണ് സത്യം. ബാക്കിയുള്ളതൊക്കെ കേവല വികാര പ്രകടനമാണ്. നമ്മൾ വികാര ജീവികളാകാതെ വിവേകികളായി ജീവിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, നേരത്തെ ഈ വഖഫിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം. ഇപ്പൊ നാട്ടിലൊക്കെ ഈ മുമ്പൊക്കെ നമ്മൾ തെങ്ങ് കവുങ്ങൊക്കെ വഖഫ് ചെയ്തിരുന്നല്ലോ. ഇന്നിപ്പോ ആർക്കും ഈ തെങ്ങിലൊക്കെ കയറാൻ ആള് ചാർജ് കൂടിയോണ്ട് പള്ളി കമ്പനിക്കാർക്ക് ആരും തേങ്ങയൊന്നും അടക്കിയൊന്നും വേണ്ടപ്പോ. അപ്പൊ അതിന് പകരം ഒരു മാസത്തിലൊരു ഫീസ് നിശ്ചയിച്ചായിട്ട് കൊടുക്കാന്നുള്ള തീരുമാനമൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താവും ഇപ്പൊ നമ്മളിപ്പോ വഖഫ് ചെയ്ത സാധനങ്ങൾ പലയിടത്തും ഉണ്ടാവുമല്ലോ. നമ്മളെ നാട് സംബന്ധിച്ചിടത്തോളം പഴയ കാലത്തൊക്കെ നല്ലൊരു ശതമാനം വഖഫിൽ സ്വത്തെടുത്തായിട്ടാണല്ലോ പിന്നെ ചെലവൊക്കെ വെച്ചിരുന്നത്. അപ്പൊ ഇനി ഇത് വഖഫ് ചെയ്ത തെങ്ങുകൾ കവുങ്ങുകളൊക്കെ എന്താവും അതിന്റെ വിധി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വഖഫ് ചെയ്യപ്പെട്ട തെങ്ങ് കവുങ്ങ് പോലെയുള്ളത് അത് വിളവെടുക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് അത് മാറ്റിവെച്ച് അതിനൊരു സംഖ്യ കണക്കാക്കി കൊടുക്കുന്ന സമ്പ്രദായം ഇവിടെ രണ്ട് രീതിയുണ്ട്. വഖഫ് ചെയ്യപ്പെട്ടതിലുള്ള വരുമാനം എടുക്കേണ്ട കമ്മിറ്റി സാങ്കേതികമായ പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് അതിന് ഇത്ര വരുമാനം ഒരു കൊല്ലത്തിൽ വരും എന്ന് കണക്കാക്കി അത് നിങ്ങൾക്ക് വിലക്ക് തന്ന് നിങ്ങളോട് ആ കാശ് വാങ്ങുകയാണെങ്കിൽ രണ്ട് കക്ഷിക്കും സമ്മതപ്രകാരം ചെയ്യുന്ന ഒരു ഇടപാട് എന്ന ആൾക്ക് അതുകൊണ്ട് തെറ്റില്ല. അതല്ലാതെ ഇത്ര ഫീസ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊഴിവാക്കാൻ നിയമപരമായി കമ്മിറ്റിക്ക് അധികാരം ഇല്ല. പിന്നെ വേറൊരു സംഗതിയുണ്ട്. മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു പണ്ട് ഒരു മസ്അല എഴുതി കൊടുത്ത ഒരു പ്രശ്നമുണ്ട്. ഈ ഞങ്ങളെ കീശേരി അടുത്ത് തവനൂരിന്റെ സമീപത്തുള്ള തനിയമ്പുറം, ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഒച്ചിമ്പിളിയൊക്കെ ഉണ്ടാണ്, സുന്നികളും അല്ലാത്തവരും കള്ളത്തരീക്കത്തുകാരും ഒക്കെ ആയിട്ട് എപ്പോഴും ഒച്ചപ്പാടുണ്ട്. അടപ്പ 2-3 ദിവസം മുമ്പ് സെക്കൻഡറി മദ്രസയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഫസ്റ്റിലൊരു മദ്രസ വരുന്ന സമയത്ത് മറ്റേ മദ്രസക്ക് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു വെച്ച തെങ്ങുകളും കവുങ്ങുകളും അതിൽ നിന്ന് തിരിച്ചെടുത്ത് ഈ മദ്രസക്ക് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ശംസുൽ ഉലമ ഫത്വ കൊടുത്തിരുന്നു. ഇതിനെ സംബന്ധിച്ച് ചോദിക്കാനും വിശദീകരണം അറിയാനും വേണ്ടിയിട്ട് അവിടുത്തെ മഹല്ല് കമ്മിറ്റിയോട് കൂടെ ഒരു പ്രതിനിധിയായി അന്ന് സമസ്ത ഓഫീസിൽ ഞാനും പോയിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു മഹാനവർകള് സമ്മേളനം മുശാവറ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓഫീസിൽ നേരത്തെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട KV കൂറ്റനാട് ഉസ്താദ് അന്ന് ഓഫീസ് സെക്രട്ടറിയും കൂടിയാണ്, മഹാനവർകളും ഉണ്ട്. അങ്ങനെ ഞാൻ വ്യക്തിപരമായി ശംസുൽ ഉലമയോട് ചോദിച്ചു, വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ജനങ്ങൾ ഇത് കൊടുക്കുന്നത്,
തെങ്ങും കവുങ്ങും ഒക്കെ. ഒറ്റ തെങ്ങ് ഒറ്റ കവുങ്ങ് അതാ അതിനെ പറ്റിയാ പറയുന്നത്, ഭൂമി വഖഫ് ചെയ്യുന്നതിനെ പറ്റിയല്ല. അപ്പൊ അതെങ്ങനെയാണ് തിരിച്ചെടുക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവർകൾ അതിന് തിരിച്ച് എന്നോട് ചോദിച്ചു, എടോ അതിന്റെ ഓലയും മടലും ഒക്കെ ആരാടെ കൊടുക്കല്? അതൊക്കെ സാധാരണ തെങ്ങ് വെച്ച ആൾക്കാർ തന്നെ എടുക്കും, അതുപോലെ തന്നെ കവുങ്ങ് വെച്ച ആൾക്കാർ തന്നെ എടുക്കും. അതിന് അടക്ക തേങ്ങ അതേ ഇപ്പൊ പള്ളി കമ്മിറ്റി എടുക്കുള്ളൂ. എടോ ഇബാഹത്താണത്. ഇതെന്നോട് നേരിട്ട് ശംസുൽ പറഞ്ഞ ഇബാഹത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു, വഖഫ് എന്നല്ലേ പറയുന്നത്? എന്ത് വഖഫടോ? അതിന് ഓലി മടലൊക്കെ ആരെടുക്കുക? അങ്ങനെ മുബര ഭാഷ. ഓലി മടലൊക്കെ ആരെടുക്കുന്നത്? അതൊക്കെ അതിന്റെ ആൾക്കാര്. അതല്ലടോ ഇബാഹത്താണെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇബാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല്, ഒരാള് തന്റെ വീട്ടുവളപ്പിൽ ഒരു പ്ലാവുണ്ട്, ധാരാളം ചക്കുണ്ട്. അപ്പൊ അടുത്ത 1-2 വീട്ടുകാരുണ്ട്, അവർക്ക് ചക്കല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, ആ പിലാവിൽ നിന്ന് ചക്ക അങ്ങക്ക് തന്നു, അല്ലെങ്കിൽ ആ പിലാവിന്റെ ചക്ക അങ്ങക്ക് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം ഇബാഹത്ത് ചെയ്തു എന്നാ. അതിൽ നിന്ന് നിങ്ങളെ ആവശ്യത്തിന് വേണ്ടി എടുത്തുപയോഗിക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂല, അത് എല്ലാം ശേഖരിച്ച് വിൽക്കാൻ പറ്റൂല. നിങ്ങളെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ എടുക്കാം. അത് പൗതി കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ തരൂല, മതിയാക്കി കാളി എന്ന് പറഞ്ഞാൽ നിർത്തും വേണം. ഇത്രേ ഇബാഹത്തിന് അർത്ഥമുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒറ്റത്തെങ്ങും ഒറ്റക്കവുങ്ങും ഒക്കെ ഇബാഹത്തിന്റെ പട്ടികയിലാണ് വരുന്നത്, വഖഫ് അല്ല എന്ന് ശംസുൽ ഉലമ അന്ന് പറഞ്ഞിരുന്നു. അതടിസ്ഥാനത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ആ തെങ്ങ് തിരിച്ചെടുക്കുകയോ അതല്ലെങ്കിൽ അതിന് പകരം വരിസംഖ്യയായ ഒരു സംഖ്യ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ വഖഫ് തന്നെയാണെങ്കിൽ അതിൽ ക്രയവിക്രയം ചെയ്യാൻ പാടില്ല. അതിന്റെ വരുമാനങ്ങൾ നടത്തിപ്പുകാർക്ക് മറ്റൊരാൾക്ക് നിശ്ചിത സംഖ്യ പറഞ്ഞ് ഇരുകക്ഷിയും സമ്മതിക്കുന്ന വിലക്ക് വിറ്റ് വരുമാനം എടുക്കാവുന്നതും ആണ്. അസ്സലാമു അലൈക്കും ഉസ്താദെ. ഈ 2 പള്ളിയുണ്ട്, താഴെ 2 പള്ളി, ഒന്ന് ഉള്ളു പള്ളി, ഒന്ന് പുറത്തു പള്ളി. ഒന്ന് ഈ പുറത്തു പള്ളിയിൽ നിസ്കരിക്കുന്ന ജുമാന്റെ സമയത്തിൽ പുറത്തു പള്ളി ഫുള്ളാവാതെ മേത്തെ പള്ളി 1-ാം തട്ടിലുള്ള പള്ളി, ആ പള്ളിയിൽ ജമാഅത്ത് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹിയാവുന്നുള്ളത്, ജമാഅത്ത് സ്വഹിയാവുന്നുള്ളതാണ് സാർ ചോദ്യം. പിന്നെ ഒരു കൂടി ചോദ്യമുണ്ട് സാർ. 2 പള്ളി ഉണ്ടല്ലോ, 2 പള്ളി നടുവിൽ വാതിലുണ്ട്. ഈ വാതിലിന്റെ സമയത്ത് അതിന്റെ ആ സ്ഥലത്തിൽ നിൽക്കാതെ 3 മുഴം വിട്ട് നിൽക്കുമ്പോൾ അതിനിടയിൽ കുറെ ഒരു 6 മുഴത്തിന്റെ കതിർ ഉണ്ടാകുന്നു, പുറത്തിന്റെ പള്ളി ഉള്ളുണ്ടായി. ഇത് ജമാഅത്തിന് എന്ന് പറ്റുമെന്ന് വെച്ചാൽ പള്ളി അകംപള്ളിയും പുറംപള്ളിയുമായി 2 പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ട്. അതോടുകൂടി മാളിക മുകളിലും സൗകര്യമുണ്ട്. എങ്കിൽ പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട അകംപള്ളിയും പുറംപള്ളിയും പൂർത്തിയാവാതെ മുകളിൽ നിൽക്കൽ കറാഹത്താണ്. നിസ്കാരം സയ്യാകും, പക്ഷേ ജമാഅത്തിന്റെ 27 ദറജ എന്ന് പറയുന്ന പുണ്യം നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? നിസ്കാരമൊക്കെ സയ്യാവും, പക്ഷേ താഴെ സൗകര്യം ഉള്ളതോടുകൂടി മോളിൽ പോയി നിന്നാൽ ജമാഅത്തിന്റെ 27 ദറജ എന്ന് പറയുന്ന ഫളീലത്ത് നഷ്ടപ്പെടുന്നതാണ്. അതാണ് ഒന്ന്. പിന്നത്തെ ചോദ്യം എന്താ? ഇനി ഒരു ചോദ്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഓർമ്മയിലുണ്ടായി, ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ എന്താന്നുള്ള എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോ അങ്ങനെ ഒന്നൊക്കെ ശ്രദ്ധിക്കുമ്പോൾ വേറൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോ ഓർമ്മ കിട്ടിയെന്നും വരും, ഓർമ്മ കിട്ടിയാ പറയും. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പബ്ലിക്കിൽ അടിച്ചു തന്നാൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മൈക്ക് വിടും. സൊഫ് കെട്ടുമ്പോ അകംപള്ളിയും പുറംപള്ളിയും ഉണ്ട്. അതങ്ങനെ വാതിലിന്റെ നേരെ സൊഫ് കെട്ടി നിൽക്കാൻ സൗകര്യമുണ്ട്. എന്നിട്ട് അവിടെ നിൽക്കാതെ ബേക്കിൽ വന്ന് നിന്നു. അങ്ങനെ വരുമ്പം ഈ ബേക്കിലെ സൊഫിന്റെയും മുന്നിലെ സൊഫിന്റെയും ഇടയിൽ 6 മുഴത്തോളം വിടവുണ്ട്. ഇങ്ങനെ വന്നാൽ ബേക്കിൽ നിൽക്കുന്നവർക്ക് ജമാഅത്തിന്റെ 27 ദർജ കൂലി കിട്ടുമോ? ഈ ഇടയിൽ ഉള്ള സ്ഥലം വാതിലുണ്ടെങ്കിലും അവിടെ ഒരു സൊഫ് നിൽക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അവിടെ നിൽക്കേണ്ടതാണ്. സൗകര്യമുണ്ടായിട്ട് അവിടെ നിൽക്കാതെ ബേക്കിൽ വന്ന് നിൽക്കുകയും അതുകൊണ്ട് തന്നെ മുമ്പത്തെ സൊഫും ഈ സൊഫും തമ്മിൽ 6 മുഴം അകലം വരികയും ചെയ്താൽ അവിടെ
ജുമാ സഹിയാവും, ജമാഅത്തും സഹിയാവും. പക്ഷേ 27 ദറജ കിട്ടുന്നതല്ല, കാരണം കറാഹത്ത് വന്നതുകൊണ്ട്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിസ്കാരം സഹിയാവും, ജുമാക്ക് കുഴപ്പമില്ല, പക്ഷേ ജമാഅത്തിന്റെ ഫളീലത്ത് എന്ന് പറയുന്ന 27 ദറജ നഷ്ടപ്പെടും. കാരണം കൂടാതെ 3 മുഴത്തേക്കാൾ അധികം അകലം വന്നതുകൊണ്ട്. ഒരു ചോദ്യം ഇവിടെ വന്ന ചോദ്യമാണ്. റുക്കുവിലേക്ക് പോകുമ്പോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈയുയർത്തുന്നതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചത്. നമ്മൾക്ക് കിട്ടും. റുക്കുവിലേക്ക് പോകുമ്പോൾ കൈ രണ്ടും ചുമരിന്റെ നേരെ ഉയർത്തി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് റുക്കുവിലേക്ക് പോകൽ സുന്നത്താണ്. തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തുന്നത് പോലെ തന്നെ ചുമലുകൾക്ക് നേരെ കൈ ഉയർത്തി റുക്കുവിലേക്ക് പോകണം. പക്ഷേ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, തക്ബീറത്തുൽ ഇഹ്റാമിൽ നമ്മൾ പറഞ്ഞത് കൈ ഉയർത്താൻ തുടങ്ങുന്നതോടുകൂടി അള്ളാഹു അക്ബർ എന്ന് തുടങ്ങുകയും അക്ബർ എന്ന റാ അവസാനിക്കലോടുകൂടി കൈ ഉയർത്തൽ അവസാനിക്കുകയും വേണം. ഇവിടെ റുക്കുവിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്താൻ തുടങ്ങി കൈ ഉയർന്ന ചുമലിന്റെ നേരെ എത്തുമ്പോൾക്ക് തക്ബീർ അവസാനിപ്പിക്കാതെ റുക്കുവിലേക്ക് എത്തുന്നത് വരെ ആ തക്ബീറിനെ നീട്ടൽ സുന്നത്തുണ്ട്. അപ്പോൾ റുക്കുവിലേക്ക് പോകുന്ന സമയത്ത് ചുമലുകൾക്ക് നേരെ കൈ ഉയർത്തൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തുന്നത് പോലെ തന്നെ സുന്നത്താണ്. അത് ചെയ്താൽ സുന്നത്തിന്റെ കൂലി കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സുന്നത്തിന്റെ കൂലി നഷ്ടപ്പെടും. അതിന്റെ പേരിൽ നിസ്കാരം പാത്തിലാവൂല, സഹ്വിന്റെ സുജൂദ് സുന്നത്തില്ല. കാരണം അബ്വാബ് സുന്നത്തോ ഫർദോ അല്ല, മറിച്ച് ഹൈആത്ത് സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്താണ് ചുമലുകൾക്ക് നേരെ റുക്കുവിലേക്ക് പോകുന്ന സമയത്ത് കൈ ഉയർത്തുക എന്നത്. അപ്പൊ ആ സുന്നത്തിന്റെ കൂലി പോവും എന്നതാള്ളൂ. അത് ശ്രദ്ധിച്ചാൽ ആ സുന്നത്തിന്റെ കൂലി കിട്ടുകയും ചെയ്യും. ഇല്ല ഞാൻ ആ സുന്നത്തിന്റെ കൂലി പോവും. ഓരോ സുന്നത്തിന്റെയും കൂലി പോകുന്നതിനനുസരിച്ച് പ്രതിഫലം കുറഞ്ഞു കൊണ്ടുവരും. അസ്സലാമു അലൈക്കും ഉസ്താദെ. എനിക്ക് ചോദിക്കാനുള്ള കാരണം ഇപ്പോ കിഷോരി ഉസ്താദ് ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം നമസ്കാരത്തിൽ നമ്മ എല്ലാ പ്രവർത്തനങ്ങൾക്കും, അതായത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും റുക്കുവിലേക്ക് പോകുമ്പോഴെല്ലാനും അള്ളാഹു അക്ബർ എന്നാണല്ലോ പറയണത്. പക്ഷെ റുക്കുവിൽ നിന്ന് ഇത്ദാലിലേക്ക് വരുമ്പോൾ മാത്രം നമ്മ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണതിന് എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ അല്ലെങ്കിൽ അതിനു മുമ്പോ അതിനുശേഷമുള്ള എന്തെങ്കിലും ചരിത്രമായിട്ട് ബന്ധമുണ്ട്? അതിന് മാത്രം അങ്ങനെ ഒരു കാരണം വന്ന എന്താണ് എന്നുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചരിത്രം ഉണ്ടെങ്കിൽ അന്ന് വിശദീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതൊന്നും അത്ര പ്രസക്തമായ വിഷയങ്ങളല്ലാന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പോക്കുവരവുകളിലും അല്ലാഹു അക്ബർ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മളും അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ്. റുക്കുവിൽ നിന്നിട്ട് ഉയരുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദഹു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളും അങ്ങനെ പറയാം. അതാണ് തെളിവ്. ഇനി അതിന്റെ പിന്നിൽ വല്ല ചരിത്രവും ഉണ്ടോ വല്ല ഹിക്മത്തും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അത്ര പ്രസക്തമായ വിഷയമല്ല. ചരിത്രത്തിൽ കാണാൻ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു എന്നും നേരത്തെ എത്തുന്ന ആളാണെങ്കിലും എന്തോ സംഗതി വശാൽ വളരെ അത്യാവശ്യമായ ഒരു കാരണം കൊണ്ട് അല്പം താമസിച്ചു പോയി. അങ്ങനെ മഹാനവർകൾ പള്ളിയിലെത്തിയപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ റക്അത്തിന്റെ റുക്കൂയിലേക്ക് പോയിട്ടുണ്ട്. താൻ വേഗം നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി റുക്കൂയിൽ പോയി. അപ്പൊ ആ റുക്കൂയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി കിട്ടി. ആ റക്അത്ത് കിട്ടിയപ്പോൾ ഒരു റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ നഷ്ടപ്പെടുമായിരുന്ന ആ ഒരു വലിയ വിഷമത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ആ റക്അത്ത് കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ അള്ളാഹുവിന് ശുക്രായി അൽഹംദുലില്ലാഹ് എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു എന്നും. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി കൊടുത്തു. ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് സമിഅല്ലാഹു ലിമൻ ഹമിദഹു, അള്ളാഹുവിനെ സ്തുതിച്ച ആൾക്ക് അള്ളാഹു തആല ഉത്തരം ചെയ്യുമാറാകട്ടെ എന്ന് പറയാൻ കൽപ്പിച്ചതനുസരിച്ച് അന്ന് മുതൽക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമിഅല്ലാഹു ലിമൻ ഹമിദഹു,
അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല ഉത്തരം ചെയ്യുമാറാകട്ടെ. ഉത്തരം ചെയ്യാൻ അറിയണപ്പോ അതിന് സ്തുതി ഇപ്പൊ ഒരു ദുആ ആണോ എന്നുള്ളതൊരു ചോദ്യം വരണ്ട. അഫ്വലു ദുആഇ അൽഹംദുലില്ലാഹ് എന്ന് ഹദീസിലുണ്ട്. ദുആയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അൽഹംദുലില്ലാഹ് എന്ന ദുആ ആണ്. കാരണം ഒരു നിഅമത്തിന് ശുക്ർ ചെയ്യുന്നതിൽപ്പെട്ടതാണ് അൽഹംദുലില്ലാഹ് എന്ന്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് നിഅമത്തിനെ ഏറ്റിത്തരും. ഉമ്മത്ത് വർദ്ധിപ്പിച്ച് കിട്ടാനുള്ള ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അതിന് ഏറ്റവും നല്ല ദുആ. അപ്പൊ അങ്ങനെയുള്ള ദുആ അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. അപ്പൊ ആ ദുആ ചെയ്യുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് റബ്ബനാ ലക്കൽ ഹംദു എന്ന് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുക. അപ്പൊ അത് നമ്മുടെ ദുആ ഉത്തരം കിട്ടാൻ കാരണമാവും. ഇതിങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം അങ്ങനെ തുടങ്ങിയത്. എന്നാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ പതിവായി റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പറയൽ നമുക്കും സുന്നത്താണ്. ഓക്കേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഭാര്യയുടെ മാതൃ സഹോദരി, പിതൃ സഹോദരി, അമ്മായി, ഇളയമ്മ, മുത്തുമ്മ എന്ന് പറയുന്നവരെ അവളുടെ ഭർത്താവിനെ തൊടലും കാണലും പറ്റുന്നവരാണോ? തൊട്ടത് നിലവിലുന്നതാണ് സംശയം. മൈക്രോവേസ്. അസ്സലാമു അലൈക്കും. വഅലൈക്കുമുസ്സലാം. ഭാര്യയുടെ മാതൃ സഹോദരി, പിതൃ സഹോദരി, അവരെ ഈ പെണ്ണിന്റെ ഭർത്താവിന് കാണലും തൊടലും ഹറാമാണ്. അവനെ സംബന്ധിച്ച് അവർ അന്യ സ്ത്രീകളാണ്. കാരണം ഇവരെ തന്റെ ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് അവളുടെ മാതൃ സഹോദരിമാരെ കല്യാണം കഴിക്കാൻ പാടില്ല, പിതൃ സഹോദരിമാരെയും കല്യാണം കഴിക്കാൻ പാടില്ല. എങ്കിലും ഈ ഭാര്യയെ ത്വലാഖ് ചൊല്ലപ്പെടുകയോ അവൾ മരണപ്പെടുകയോ ചെയ്താൽ നേരത്തെ ഉണ്ടായിരുന്ന ഭാര്യയുടെ മാതൃ സഹോദരിയെ കല്യാണം കഴിക്കൽ ഹലാലാണ്. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഭാര്യയുടെ പിതൃ സഹോദരിയെയും കല്യാണം കഴിക്കൽ ഹലാലാണ്. അപ്പോ കല്യാണം കഴിക്കൽ ഹലാലാവുന്നവര് അന്യ സ്ത്രീകൾ തന്നെയാണല്ലോ. ആ നിലക്ക് മാതൃ സഹോദരിമാരെയും പിതൃ സഹോദരിമാരെയും കാണലും തൊടലും ഹറാമാണ്. അവർ അന്യ സ്ത്രീകളാവുന്നു. അസ്സലാമു അലൈക്കും. സാർ, ഈ പള്ളികളിൽ ഉള്ളില് ഭൗതിക സംസാരം ഹറാമാണ്. അത് സംസാരിച്ചവര് പിന്നെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്നൊക്കെയാണല്ലോ പഠിച്ചത്. നമ്മൾ പള്ളിയിലത്തെ ജീവനക്കാരൊക്കെ നമ്മൾ പള്ളിയുടെ ഉള്ളിൽ പലപ്പോഴും ഫോണ് വരുമ്പോഴും മറ്റുമൊക്കെ സംസാരിക്കും. ദർസുള്ള സമയത്തൊക്കെ ഇപ്പൊ രണ്ടാം ദർശനൊക്കെ വലിയ ദർശൊക്കെ ഉള്ളോടത്ത് കുട്ടികളൊക്കെ പള്ളിയുടെ ഉള്ളിലാണ് ഇരുന്ന് ഓതുന്നത്. അതിന്റെ ഇടയ്ക്ക് കഥകളും അതേപോലെ സ്കൂൾ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതൊക്കെ ആയി കാണുന്നു. അപ്പോ അതിന്ന് അവിടെ ഉള്ളവരെ പിന്നെ അതിന് ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം. പലപ്പോഴും സുഹൃത്തിന്റെ മൈക്ക് പോയല്ലോ. ആളെന്നെ പോയോന്ന് തന്നെ സംശയം എനിക്ക്. മൈക്ക് പോയതാണേക്കും. ആട്ടെ, പള്ളിയിൽ ദുന്യവിയായ കാര്യങ്ങൾ സംസാരിക്കലും ദുന്യവിയായ നിരക്കുള്ള പാട്ടുപാടലും ഒക്കെ കറാഹത്താണ്, ഹറാമല്ല. അതേസമയത്ത് നിസ്കരിക്കുന്നവർക്ക് തശ്വീഷ്, അസ്വാരസ്യം, അവരെ ഓതുന്നതും ചെയ്യുന്നതിലും വിശ്വാസം ഉണ്ടാക്കുന്ന നിലക്ക് ആണെങ്കിൽ അത് പാടില്ല. അത് ദുന്യവിയായ കലാമ് മാത്രമല്ല, ഖുർആൻ ഓതൽ വരെയും പാടില്ല. അപ്പൊ മറ്റുള്ള നിസ്കരിക്കുന്ന ആളുകൾക്ക് തശ്വീഷ് ഉണ്ടാക്കാത്ത നിലക്ക് ദുന്യവിയായ കാര്യങ്ങൾ സംസാരിക്കുന്നത് കറാഹത്താണ്, വിരോധിക്കപ്പെട്ട കാര്യമാണ്, ഹറാമല്ല. മനസ്സിലായില്ലേ? എന്നാൽ ദീനിയായ കാര്യങ്ങൾ വിരോധിക്കപ്പെട്ടതിൽ ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പള്ളിയിൽ വെച്ച് രണ്ടാം ദർസിലായാലും
അല്ല മാളികയും പള്ളിയാണല്ലോ. അപ്പൊ ഒന്നാം ദർസിലായാലും അവിടെ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓതുക, പറയുക, പാടുക ചെയ്യുന്നതൊക്കെ അനുവദനീയമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും നഹ്വിന്റെ കിതാബ് ഒന്നും ഇപ്പൊ ദീനിയാണോ? തീർച്ചയായിട്ടും ഫർള് കിഫായിയ. നഹ്വും സർഫും ഫർള് കിഫായിയ. ഒരാള് ഒരു ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ പള്ളിയുടെ ഒരു മൂലയിലിരുന്ന് സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയുന്നത് ഇബാദത്തായതിനേക്കാൾ എത്രയോ മടങ്ങ് പുണ്യമേറിയ ഒരു ഇബാദത്താണ്. ഒരു മുതഅല്ലിമ് കുട്ടി പള്ളിയുടെ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത ഫഅൽന അക്കല അക്കല അക്കലു അക്കലത്ത് അക്കൽത്ത അക്കൽന എന്നിങ്ങനെ പേര് സർഫാക്കുന്നത് ഇപ്പുറത്തൊരാൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് പറയുന്നതിനേക്കാൾ അഫ്ളലായ ദിക്റാണ്. കാരണം എന്താന്ന് വെച്ചാൽ അയാൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ടുള്ള ഫലം അയാൾക്ക് മാത്രമേ ഉള്ളൂ, ഒരു നല്ല കാര്യമാണ്. ഈ കുട്ടി ഈ ഫഅല പഠിച്ചു, അങ്ങനെ ഇൽമിന്റെ അഹ്ലുകാരിൽപ്പെട്ട് ഖുർആനും സുന്നത്തും മനസ്സിലാക്കി ജനങ്ങളെ ഹിദായത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ദായിയായി മാറി അയാളുടെ ജീവിതകാലത്ത് അയാൾ ഹിദായത്തിന്റെ വെളിച്ചം കാട്ടിക്കൊടുക്കുകയും അയാളുടെ ശേഷം അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം ദീനിന് ഹൈറാണ്. അതിന് കാരണമാണ് ഈ കുട്ടി ചൊല്ലിയ ഫഅല ഫഅല ഫഅലു എന്ന് തുടങ്ങുന്നത്. അപ്പോ കിതാബ് ഓതി പഠിക്കുന്നത് ഏത് ഫന്നാണെങ്കിലും ഒരു മുതഅല്ലിമിന്റെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം എന്ന നിലക്ക് ദീനി ദഅവത്തിന് സഹായമാവുന്നത് എന്നുള്ള നിലക്ക് അത് ദീനിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട പുണ്യമായ അമലാണ്. അത് പള്ളിയിൽ വെച്ച് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ ടെലിഫോൺ സംഭാഷണം പോലെയുള്ളത് സൗകര്യപ്പെടുന്നവർ സംസാരിക്കാൻ പള്ളിയിൽ നിന്ന് പുറത്തു വന്ന് തായ്വര പൂമുഖം പോലെയുള്ള പള്ളിയായി വഖഫ് ചെയ്യപ്പെടാത്ത സ്ഥലത്ത് വെച്ചായിരിക്കേണ്ടതാണ്, പള്ളിയിൽ വെച്ച് ഒഴിവാക്കേണ്ടതാണ്. അഥവാ ഒരാൾ അങ്ങനെ ചെയ്താൽ ഹറാമില്ല, പക്ഷേ എങ്കിൽ പോലും അവന്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ ഇടയുണ്ട്, കറാഹത്താണ്. ഉസ്താദെ, ഒരു നമ്മുടെ ക്ലാസ്സിൽ ഐഡിയ ഇടുന്ന ഒരാളുടെ ചോദ്യം തന്നെയാണ്. പക്ഷെ പിക്കിന്റെ ക്ലാസ്സിൽ പിന്നെ റേഡിയോയിലുണ്ടവര് പോയി ഖുർആനൊക്കെ കമ്പ്യൂട്ടറിൽ ഓതുന്ന സമയത്ത് വുളു ഇല്ലാതെ മൗസ് കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നതിന് പ്രയാസമുണ്ടോ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ചോദ്യം കൂടെ കൂട്ടത്തിലുണ്ട് ഉസ്താദ്, ഒട്ടകത്തിന്റെ ഇറച്ചി കഴിക്കുന്നതിനാൽ വുളു കുറയുമെന്ന്. രണ്ട് ചോദ്യം ചോദിച്ചതിൽ ഉസ്താദ് പൊറുക്കണം. എനിക്ക് മൈക്ക് പോകേണ്ടതുണ്ട്, എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ഇനി ആരും PM ചെയ്യരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. മൗസ് ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ടോ മൗസ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പേജ് മറിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. സ്ക്രീനിൽ തൊടാനെങ്കിൽ ഉദു വേണം. ഓക്കെ. പിന്നെ ഇപ്പൊ രണ്ടാമത്തത് എന്തേനി ഇപ്പൊ പറഞ്ഞ്? രണ്ടാമത്തെ എന്തേനി? ഒട്ടകത്തിന്റെ മാംസം. മാഷാ അല്ലാഹ്. ഞാൻ ഒരു ദിവസം ഗസ്റ്റ് വരണ്ട് മദീനത്തേക്ക്. ഇപ്പൊ വന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു. മദീനത്തേക്ക് ഗസ്റ്റ് വരുമ്പോ ഇസ്കൂന്റെ റൂമില് നല്ല ഒട്ടകം 2 കിലോ വാങ്ങി ഉഷാറായിട്ട് വരട്ടി വെക്കുന്നുണ്ട്. ഞാൻ ഒതു എടുത്തിട്ട് അഷ്കുവിന്റെ റൂമിൽ വരും. എന്നിട്ട് വയറ് നിറച്ച് ഒട്ടകത്തിന്റെ മാംസം അടിച്ച് വീശിയിട്ട് അതേ ഒതുവോടുകൂടി തന്നെ മസ്ജിദുൻ നബവിയിൽ വന്ന് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കും. യാതൊരു ബേജാറുമില്ല. ഇതിന് 50 റിയാൽ മുടക്കേണ്ടി വരുന്നുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ ഇസ്ലാമിൽ അങ്ങനെ 3 മദ്ഹബിൽ നിയമമില്ല. ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്. ഈ 3 മദ്ഹബിലും ആട്ടിറച്ചി തിന്നാലും മൂരിറച്ചി തിന്നാലും ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാലും ഉദു മുറിയൂല. എന്നാൽ ഹംബലി മദ്ഹബ് അനുസരിച്ച് ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ ഉദു മുറിയും എന്നാണ് അവര് പറയുന്നത്. അതുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മദ്ഹബുകളിൽപ്പെട്ട ഒരു മദ്ഹബിൽ വുദു മുറിയുന്ന കാരണങ്ങളിൽ എണ്ണിയതായ ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ വുദു എടുക്കൽ സുന്നത്തുണ്ട്.
അതെന്താ? നമ്മൾ ഫത്തുൽ മീനൊക്കെ ഓതുമ്പോ പലോർത്തും ഇജ്ജ് കണ്ടില്ലേ, ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു, ഉജൂബാണെന്ന് പറഞ്ഞ ഇമാമിയങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഒഴിവാക്കാൻ വേണ്ടി സുന്നികൾ തമ്മിൽ പരമാവധി അഭിപ്രായ വ്യത്യാസം ഒഴിവാക്കാൻ വേണ്ടി, അല്ലാതെ സമ്മേളനം കൂടികാണ്ട് എല്ലാരും പിരിച്ചുവിട്ട് തുടച്ചു മാറ്റി വൃത്തിയാക്കണം എന്ന് ആഹ്വാനം ചെയ്യാനല്ല വേണ്ടത്. മറിച്ച് സുന്നികൾ തമ്മിൽ പരമാവധി അഭിപ്രായ വ്യത്യാസം കുറക്കണം. ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു, വുജൂബാണെന്ന് പറഞ്ഞ ഇമാമിയങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് ഒഴിവാഞ്ഞ് ഓലുമായിട്ട് നമ്മളൊരു എതിര് വേണ്ട എന്ന നിലക്ക്. അപ്പൊ ഹംബലി മദ്ഹബ് അനുസരിച്ച് ഒട്ടക മാംസം കഴിച്ചാൽ വുളു മുറിയും, രണ്ടാമത് വുളു എടുക്കൽ വുജൂബാണ്. മറ്റ് 3 മദ്ഹബിലും വുജൂബില്ല. എന്നാലും ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു എതിര് നിൽക്കേണ്ട, മൂപ്പര് സുന്നിയായ മദ്ഹബാണല്ലോ, അതുകൊണ്ട് വുളു എടുക്കൽ സുന്നത്താണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഈ ഫാത്തിഹ മറന്നിട്ട് റുക്കുവിലേക്ക് എത്തിയപ്പോൾ റുക്കുവിലാണ് ഫാത്തിഹ ഓതിട്ടില്ല, അല്ലെങ്കിൽ സംശയിച്ചു, ഓതിട്ടുണ്ടോ എന്ന് സംശയിച്ചു. എന്നാൽ എന്ത് ചെയ്യണമെന്ന്, പിന്നെ അതെന്നെ ഇമാമിൽ സംഭവിച്ചാൽ എന്താവുമെന്നും വിശദീകരിച്ചാണ് സാർ. ഫാത്തിഹ റുക്കൂയിലെത്തിയതിനു ശേഷം ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഇമാമാണെങ്കിൽ തിരിച്ച് നൃത്തത്തിലേക്ക് തന്നെ വന്ന് ഫാത്തിഹ ഓതി രണ്ടാമത് റുക്കൂയിൽ പോകൽ നിർബന്ധമാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും അങ്ങനെ തന്നെ നൃത്തത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഫാത്തിഹ ഓതി തീർത്ത് റുക്കൂയിൽ പോകൽ നിർബന്ധമാണ്. മഅ്മൂമാണെങ്കിൽ ഇമാമിന്റെ കൂടെ റുക്കൂയിൽ പോയി, റുക്കൂയിൽ എത്തിയതിനു ശേഷമാണ് ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന കാര്യം ഓർമ്മ വന്നത്. എന്നാൽ അവൻ പക്ഷെ തിരിച്ചു വരാൻ പാടില്ല. ഇമാമിന്റെ കൂടെ റുക്കൂ കഴിഞ്ഞ് നിസ്കരിച്ച് പൂർത്തിയാക്കി ഇമാം സലാം വീട്ടിയതിനു ശേഷം ഒരു റക്അത്ത് അദ്ദേഹം നിസ്കരിക്കണം. മനസ്സിലായല്ലോ? അപ്പോ ഈ ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് റുക്കൂയിലെത്തിയതിനു ശേഷം ഓർമ്മ വന്ന ആള് ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവരോ ആണെങ്കിൽ നൃത്തത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഫാത്തിഹ ഓതി പൂർത്തിയാക്കിയതിനു ശേഷം രണ്ടാമത്തെ റുക്കൂയിൽ പോകൽ വുജൂബാണ്. അല്ലാതെ അവരങ്ങനെ റുക്കൂയിൽ നീറ്റിലും അല്ലുക്കും സുജൂദുക്കും പോയാൽ നിസ്കാരം ബാത്തിലാവും. പക്ഷെ മഅ്മൂമാണെങ്കിൽ അയാൾ തിരിച്ചു വരാൻ പാടില്ല, മറിച്ച് ഇമാമിന്റെ കൂടെ അങ്ങനെ പോവുക. പക്ഷെ ആ റക്അത്ത് അയാൾക്ക് നഷ്ടപ്പെടും. പിന്നെ ഇമാമു സലാം വീട്ടിയതിന്റെ ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കുകയാവുന്നു വേണ്ടത്. ഹലോ, അസ്സലാമു അലൈക്കും. സാറേ, ഒരു സംശയമുള്ളത്, വാപ്പാക്ക് ഉള്ള സ്ഥലം ഒരു 6 സെന്റ് ഉണ്ടായിരുന്നു, അത് എന്റെ പേരിൽ ആക്കി തന്നു. അപ്പൊ ജ്യേഷ്ഠന്മാർക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പോ വാപ്പാനി ഹജ്ജിന്, വാപ്പാക്ക് എങ്ങനെയാലും കുഴപ്പമില്ലാറുണ്ട്, ഹജ്ജിന് കൊണ്ടുവരാണോ വേണ്ട, അതോ അവർക്കൊരു ഇതേപോലെ ഒരു ആ സ്ഥലത്തിനുള്ള ആവറേജ് വില കണക്കാക്കിയിട്ട് ഏകദേശം ഒരു പൈസ അവർക്ക് കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുകയാണോ നല്ല രൂപ, അതോ വാപ്പാക്ക് എന്തായാലും കുഴപ്പമില്ലായിരുന്നു, വാപ്പാനെ ഹജ്ജിന് കൊണ്ടാണോ വേണ്ടത്, ഏതായിരിക്കും നല്ല രൂപം എന്ന് ഉസ്താദ് പറഞ്ഞെന്നാ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ബാപ്പാന്റെ സ്വത്ത് നിയമപരമായി പറഞ്ഞാൽ ബാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് ബാപ്പാക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ മക്കൾക്കാർക്കും ഒരവകാശവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അത് വിൽക്കുകയോ സൗജന്യമാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അത് നിയമമാണ്. ആ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വിലക്ക് തന്നക്കാണെങ്കിൽ വില വാപ്പാക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അല്ല, നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നക്കാണെങ്കിൽ പിന്നെ വാപ്പാക്കും വില കൊടുക്കേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ളവർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് രണ്ടും അല്ല. വാപ്പ നിങ്ങൾക്കത് തന്നു, സൗജന്യമായിട്ട് തന്നു.
അതിന് നിങ്ങൾ പ്രത്യുപകാരം എന്ന നിലക്ക് ഒരു ശുക്ർ എന്ന നിലക്ക് വാപ്പാൻ ഹജ്ജിനുണ്ടുകയാണെങ്കിൽ അത് നിങ്ങളെ വകയാണ്. എന്നാൽ വാപ്പ മരിച്ചതിന് ശേഷം ഈ ബാക്കിയുള്ള ആളുകൾ വാപ്പാൻ ജീവിതകാലത്ത് തന്നതുകൊണ്ട് അയിമര് ബാക്കിയാർക്കും അവകാശമില്ല എന്നറിഞ്ഞല്ലോ. എന്നാലും ഈ വാപ്പാന്റെ മറ്റ് മക്കൾക്കാർക്കും കൊടുക്കാതെ എനിക്ക് മാത്രം തന്നതായത് കൊണ്ട് അവർക്കൊരു സന്തോഷക്കുറവുണ്ടാവും എന്ന നിലക്ക് നിങ്ങളുടെ വകയായിട്ട് ഒരു നിശ്ചിത തുക വീതം എല്ലാവർക്കും കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്, അത് നിയമമല്ല, നല്ല കാര്യമാണ്. അത്രയേ ഉള്ളൂ. ഏതായാലും ജീവിച്ചിരിക്കുന്ന സമയത്ത് വാപ്പക്ക് അദ്ദേഹത്തിന്റെ ധനം വെറുതെ കൊടുക്കാനോ വിലക്ക് വെക്കാനോ രണ്ടിനും അവകാശമുണ്ട്. അതിൽ മക്കളിൽ ആർക്കും അവകാശമില്ല. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ 5 രൂപ, കറണ്ട് വരാൻ വേണ്ടിയിട്ട് 5 രൂപ, അല്ലെങ്കിൽ പരീക്ഷ എളുപ്പമാകാൻ വേണ്ടി 10 രൂപ. അതൊന്നും അന്ന് മാതാപിതാക്കളോട് ചോദിച്ചിട്ടല്ല ചെയ്തിരുന്നത്. ആ കാശൊന്നും അന്ന് പള്ളിയിലിട്ടിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ ജോലിയെ കിട്ടിയതിന് ശേഷം ഇതുപോലുള്ള ഒരു തുക കണക്കാക്കി അതിൽ നിന്ന് കുറെ കൂട്ടിയിട്ട് കൊണ്ടുപോയി പള്ളിയിലിട്ട് അള്ളാഹിനോട് പുറത്തു തരാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതും മതിയാകുമോ ഇല്ലേ, അതേ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പഠിക്കുന്ന കാലത്ത് പ്രായപൂർത്തി എത്തിയതിന് ശേഷം വാക്കാൽ പറഞ്ഞതാണെങ്കിൽ അതൊക്കെ നേർച്ചയാവും. അപ്പൊ 2 ഷർത്തുണ്ട്. ഒന്ന്, പ്രായപൂർത്തി എത്തിയതിന് ശേഷമായിരിക്കണം. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നേർച്ചയാക്കിയാൽ അത് നേർച്ചയാവുകയില്ല, അത് നിലനിൽക്കൂല. ഇനി പ്രായപൂർത്തി എത്തിയതിന് ശേഷം തന്നെ മനസ്സിൽ നിയ്യത്താക്കിയിട്ടുള്ളൂ എങ്കിൽ അതുകൊണ്ടും നേർച്ചയാവുകയില്ല. അപ്പൊ പ്രായപൂർത്തി എത്തുകയും വാക്കാൽ പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിലേ നേർച്ചയാവുള്ളൂ. അങ്ങനെ നേർച്ചയായിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇത്ര സംഖ്യ വരും, ഇനി അതിൽ ബാക്കി വരില്ല എന്ന് ബോധ്യം വരുന്ന സംഖ്യ നമ്മൾ ആ നേർച്ചയാക്കിയ ഭാഗത്തിലേക്ക് കൊടുത്താൽ അതിന്റെ കടം വീടുകയും ചെയ്യും. അതിന് പ്രത്യേകമായിട്ട് ഫിദിയ മറ്റ് പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഈ 2 നിബന്ധന ഒത്തിരെങ്കിലും അതിന് നിർബന്ധമേ ഉള്ളൂ. പ്രായപൂർത്തി എത്തിയതിനു ശേഷം നേർച്ചയാക്കിയതാണെങ്കിലേ വുജൂബുള്ളൂ. അത് തന്നെ വാക്കാൽ പറഞ്ഞിട്ടുണ്ടെങ്കിലേ വുജൂബുള്ളൂ, ഇല്ലെങ്കിൽ വുജൂബില്ല. വുജൂബ് ഉണ്ടെങ്കിൽ തന്നെ അത് പിന്നീട് കൊടുത്താൽ ആ കടം വീടുകയും ചെയ്യും. ആരെന്താ എടുക്കാത്ത മൈക്കും? ഇവിടെ ഇഷ്ടംപോലെ ചോദ്യം വന്ന് കിടക്കുകയാണ്. നിങ്ങൾ എടുക്കട്ടെ വിചാരിച്ചാണ് നമ്മൾ പിന്നോട്ട് നിൽക്കുന്നത്. ഒരു ചോദ്യം ഉസ്താദേ, ഞങ്ങള് നാട്ടിൽ എല്ലാ ആഴ്ചയിലും SBS-ന്റെ സ്വലാത്ത് നടത്താറുണ്ട്. അതിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് വരുന്ന കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാറുമുണ്ട്. പുസ്തകമാണ് കൊടുക്കാറുള്ളത്. ആൾക്കാർ സംഭാവന തരുന്ന പൈസ കൊണ്ടാണ് ഞാൻ പുസ്തകം വാങ്ങാറുള്ളത്. അത് കുട്ടികൾക്ക് അവകാശപ്പെട്ട പുസ്തകം ആണല്ലോ. അതുകൊണ്ട് അത് അവർക്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ഞാൻ വായിച്ച് നോക്കുന്നതിൽ തെറ്റുണ്ടോ? അതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതിനും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? ചോദ്യം കീശിയെ ഒച്ച കുറച്ചൊരു കുറവുണ്ട്. മതിയാക്കാരായിന് സമയം 1 മണിക്കൂർ പറഞ്ഞപ്പോ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാ കീശിരിയെ. സലാത്ത് കൂടുതൽ ചെല്ലാൻ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടി കുട്ടികൾക്ക് ചില സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി ആളുകൾ സംഭാവനയായി തരുന്ന കാശിൽ നിന്നിട്ട് പുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു. ആ വാങ്ങിയ പുസ്തകം നമുക്ക് നോക്കുന്നോണ്ട് കുഴപ്പമുണ്ടോന്നോ? ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് പുസ്തകം ചീത്തയാവുന്നില്ല, കേടുവരുന്നില്ല. തന്നെയല്ല, ഒരാൾ വായിച്ചു എന്നതുകൊണ്ട് മറ്റൊരാൾ വായിക്കുന്നതിന് അതിന്റെ വാല്യൂ കുറയുകയുമില്ല. അപ്പൊ ആ നിലക്ക് അത് വായിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നല്ല കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക എന്ന നിലക്ക് കുട്ടികൾക്ക് ഇത്തരം പ്രോത്സാഹനം സമ്മാനങ്ങൾ നൽകുന്നത് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ എന്ന് പറഞ്ഞ പട്ടികപ്പെടും. മനസ്സിലായില്ലേ? നല്ല കാര്യങ്ങൾ, ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന ഹൈറായ കാര്യങ്ങൾ പരസ്പരം മത്സരിക്കാൻ പറ്റുന്നവർ മത്സരിച്ചു കൊള്ളട്ടെ. അങ്ങനെ മത്സരിച്ച് അപ്പോൾ മത്സരം പറ്റുമല്ലേ നോക്കും. കൂടുതൽ ഹൈറായ അമലുകളിൽ മുന്നേറാനുള്ള പ്രോത്സാഹനം, പ്രചോദനം എന്ന നിലക്ക് അതാവാം. അത് നല്ലത് തന്നെ. അല്ലാഹു തആല നമ്മൾക്കും നമ്മളെ മക്കൾക്കും ഒക്കെ
സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കാനും പ്രത്യേകിച്ച് സ്വലാത്ത് അധികരിപ്പിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഉസ്താദ്, പള്ളിയുടെ തൊടുത്ത തേങ്ങ മറ്റു വസ്തുക്കളൊക്കെ മുത്തഅല്ലിമീങ്ങളെ ഹലാലാണെന്ന് പറഞ്ഞിട്ട് വ്യാപകമായിട്ട് തിന്നുന്നത് കാണുന്നു. വഖഫ് പള്ളി കമ്മിറ്റി ലേലമൊക്കെ ചെയ്ത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഇപ്പൊ ചിലരൊന്നും ലേലം ചെയ്യാൻ എടുക്കണില്ല. കാരണം അത് ലേലം ചെയ്തെടുത്താലും ലേലം കിട്ടാൻ കയറിട്ട് അത് അങ്ങനെ ഹലാലാവോ? കമ്മിറ്റി അങ്ങനെ തീരുമാനിച്ചെങ്കിലല്ലേ ഉള്ളൂ. അത് ഹലാലൊന്നും ആവില്ല. അത് ആരോ ഹലാലാക്കിയതാ, അതുകൊണ്ട് ഹലാലാവൂല. മനസ്സിലായില്ലേ? പള്ളിപ്പറമ്പിലുള്ള മാങ്ങ, തേങ്ങ, ചക്ക തുടങ്ങിയ ഫലവൃക്ഷങ്ങളിൽ നിന്നുണ്ടാവുന്ന ഫലം ആ പള്ളിയുടെയോ പള്ളി ഖബർസ്ഥാനിന്റെയോ മസ്ലഹത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അത് പള്ളിയിൽ ഓതിപ്പടിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കോ അല്ലാത്തവർക്കോ സൗജന്യമായി പറിച്ചെടുത്ത് ഭക്ഷിക്കാൻ പാടുള്ളതല്ല. പണ്ട് ഞാനൊക്കെ ഈരാറ്റുപേട്ട ഓതിനെന്നേ, മുമ്പ് കാലത്ത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട പുത്തമ്പള്ളിക്കൽ ഓതിയിരുന്നു ഞാൻ കുറെ കാലം. അന്ന് നമ്മളെ ബഹുമാനപ്പെട്ട വയലുത്തറ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാര് അവരുടെ മകൻ മുജീബ്, ഇപ്പത്തെ അഡ്വക്കേറ്റ് മുജീബ്, ഞാൻ ഓനൊക്കെ ഒന്ന് ഓതാണ്ടേനവിടെ. ഉസ്താദ് ഇല്ലാത്ത വെള്ളിയാഴ്ച രാവ് പോലത്തെ രാത്രികളിൽ ചെറിയ കുട്ടികൾ മുത്താലിമീങ്ങളൊക്കെ കിടന്നുറങ്ങിയാൽ ഞങ്ങൾ കുറച്ച് മുതിർന്ന ആളുകൾ പോയിട്ട് പള്ളിന്റെ മുറ്റത്തിനോട് ചേർന്ന് ഒരു പിലാവുണ്ട്. ഈ പിലാവിന്മന്ന് ചക്ക എന്താക്കും, പൊട്ടിച്ചിട്ട് താഴിടും. താഴിട്ടാ നല്ല കാട. എന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ ഇത് പഴുക്കും. പഴുത്ത അതുപോലെ തന്നെ ഉസ്താദ് ഇല്ലാത്ത രാത്രികളിൽ അതെടുത്തിട്ട് പുഴവക്കത്താണ് നല്ല പുഴമാട്ടുമ്പോ കൊണ്ടുവച്ചിട്ട് രാത്രി പാതിരക്ക് തിന്നലായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങളിങ്ങനെ ഹലാലാക്കലല്ല, ഇത് ലേലം വിളിച്ച് കൊടുത്ത ആളെ കണ്ടെത്തും. കണ്ടെത്തിയിട്ട് അധികമൊന്നും എടുക്കൂല, ഇങ്ങനെ 1-2-3 ഒക്കെ എടുക്കുള്ളൂ, ഒരു ദിവസമല്ല ഒന്നായിട്ട്. എന്നിട്ട് ഇയാളടുത്ത് ചെന്നിട്ട് മൊലിയാരിറ്റികളല്ലേ നല്ല അദബിൽ ചെന്ന് നിന്ന് സലാനൊക്കെ പറഞ്ഞ്, അജിക്ക് അങ്ങള് ആണല്ലോ ഇക്കൊല്ലത്ത് ഈ ചക്കമത്തെ പ്ലാവുമത്തെ ചക്കൊക്കെ ലേലം വിളിച്ചെടുത്തത്, ഞങ്ങളതിന് 1-2 പറിച്ചെടുത്തിരുന്നു, അത് പൊരുത്തപ്പെട്ടു തരണം കേട്ടോ. നിങ്ങൾ മൊലിയാരിറ്റികളല്ലേ, നിങ്ങൾക്ക് തിന്നണതിന് എന്താ കുഴപ്പം, മുഴുവനാണെങ്കിൽ നിങ്ങൾ എടുത്താൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല എന്നാൾ പറഞ്ഞെന്നുള്ളൂ ഞങ്ങൾ അങ്ങനെ ചെയ്തതിന്. ഇങ്ങനെ അതിന് പറയാൻ ഹലാലാക്കുകയെന്നാ, അതിന് കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഹലാലാക്കണതിന് കുഴപ്പമില്ല, അല്ലാതെ ഹലാലാക്കാതെ എടുത്തു നിന്നല്ല ഹലാലാവൂല. അതായത് ഇത് ലേലം വിളിച്ച് വിറ്റ് കഴിഞ്ഞാൽ അവരോട് സമ്മതം ചോദിച്ചെടുക്കാം. കാരണം എന്താ, ഒരാളുടെ ഉടമ വന്നല്ലോ. അതില്ലാത്തപ്പോൾ പൊതുസ്വത്താണ്, അതെടുത്ത് ഭക്ഷിക്കാൻ പാടുള്ളതല്ല. അസ്സലാമു അലൈക്കും. ഉസ്താദെ, വേറെ താഴെയുള്ള 2 പേര് എടുത്തു കണ്ടില്ല, അതുകൊണ്ട് എടുത്താണ്. ഉസ്താദെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനൊരു വസ്തു മേടിച്ച്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു കാറ് 10,000 രൂപയ്ക്ക് മേടിച്ചു. ഞാൻ എൻ്റെ 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷമോ ഉപയോഗിച്ചതിന് ശേഷം എനിക്കത് 20,000 രൂപക്ക് വിൽക്കാൻ പറ്റുമോ? അതായത് ഞാൻ 10,000 രൂപക്കാണ് മേടിച്ചത്, ഞാൻ അതിനുശേഷം കുറച്ച് നാൾ ഉപയോഗിക്കുകയും ചെയ്തു, അതിനുശേഷം 20,000 രൂപ ഒരാൾ തരാൻ തയ്യാറാണെങ്കിൽ എനിക്കത് 20,000 രൂപക്ക് വിൽക്കാൻ പറ്റുമോ ഇല്ല എന്നൊന്ന് ഉസ്താദ് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു സംഖ്യക്കൊരു വസ്തു വില കൊടുത്ത് വാങ്ങി കുറെ കാലം അത് ഉപയോഗിക്കുകയും ചെയ്തു. രണ്ടാമത് അത് മാർക്കറ്റിൽ വിൽക്കുന്നു, നമ്മൾ വാങ്ങിയതിനേക്കാളിലും ഭീമമായ ഒരു തുക ലാഭത്തിന് വിൽക്കുന്നു. യാതൊരു നിരക്കും അതുകൊണ്ട് കുഴപ്പമില്ല, ഹറാമാവുന്ന ഒരു വകുപ്പുമില്ല.
അതേ സമയത്ത് വല്ല കേടോ കുഴപ്പമുള്ളത് നമ്മൾ ചതിച്ച് അറിയാതെ പറ്റിക്കാൻ പാടില്ല. അല്ലാത്ത നിലക്ക് അതിപ്പോ ചില നല്ല തരത്തിലുള്ള വണ്ടികളൊക്കെ വാങ്ങുമ്പോഴുള്ളതിനേക്കാളും വില പിന്നീട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റ് ഗവൺമെന്റ് ഇങ്ങനെ ഓരോ ബജറ്റിലും നികുതി കൂട്ടി 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 വരുമ്പം അതിനനുസരിച്ച് സാധനത്തിന് വില കൂടും. ഡിമാൻഡ് ചില മോഡലുകൾക്ക് ഡിമാൻഡ് കൂടും. ഇങ്ങനെയൊക്കെ വരുമ്പം പഴയതാണെങ്കിലും ഈ പ്രത്യേക ഡിമാൻഡുള്ള മോഡൽ ആയതുകൊണ്ടോ അതല്ലെങ്കിൽ മാർക്കറ്റിൽ നിലവിൽ വില കൂടിയത് കൊണ്ടോ ഒക്കെ ആവാം. ഏതായാലും നമ്മൾ വാങ്ങിയതിനേക്കാൾ കൂടുതൽ വിലക്ക് നമ്മൾ കുറെ ഉപയോഗിച്ചതിന് ശേഷം ആ വസ്തു വിൽക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. മനഃപൂർവ്വം ആരെയും ചതിയും വഞ്ചനയും ചെയ്യാൻ പാടില്ല. അതോടുകൂടി ഞാൻ ഇത്ര റുപ്യക്കാ വാങ്ങിയ എനിക്ക് ഇത്ര അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ സാധനം, ഈ കണ്ട സാധനം അതിന്റെ കേടും കാര്യങ്ങളൊക്കെ നോക്കാൻ മെക്കാനിക്കിനെ കൂട്ടി വന്നോ നോക്കാൻ സമ്മതിച്ചു. അങ്ങനെ നോക്കി അതിന് വില പറഞ്ഞു, രണ്ടു കക്ഷിയും സമ്മതിക്കുന്ന വിലക്ക് വിൽക്കാം, യാതൊരു കുഴപ്പമില്ല. അസ്സലാമലൈക്കും. വാപ്പാടെ സ്വത്ത് മക്കൾക്കിടയിൽ സൗജന്യം കൊടുക്കാനും അതിൽ പക്ഷഭേദം കാണിക്കാതെ എല്ലാവർക്കും കൊടുക്കണം എന്നുണ്ടോ? അത് ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്താൽ സഹിയാകുമോ എന്നാണ് എന്റെ സംശയം. സൗജന്യം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കൽ സുന്നത്താണ്. മറിച്ച് പ്രത്യേക കാരണങ്ങളില്ലാതെ ചിലർക്ക് മാത്രം ചെയ്യുന്നത് കറാഹത്താണ്, നല്ലതല്ല. എന്നാൽ കൊടുത്താൽ സഹിയാകാതിരിക്കൂല, ഹറാമിന്റെ കുറ്റമൊന്നും ഉണ്ടാവൂല. മനസ്സിലായില്ലേ? അതേ സമയത്ത് മക്കൾക്കിടയിൽ നീതി പാലിക്കുക എന്ന നിലക്ക് എല്ലാവർക്കും ഒരുപോലെ തുല്യമായി പരിഗണിക്കുന്നത് നല്ലതാവുന്നു. എന്നാൽ ഒരു മക്കൾക്കൊക്കെ നല്ല മെച്ചാണ്, ഒരു മകന് സാമ്പത്തികമായി വളരെ വിഷമമാണ്. അതല്ലെങ്കിൽ എല്ലാവർക്കും അത്യാവശ്യം തെറ്റില്ല, പക്ഷേ ഒരാള് നല്ല സ്വാലിഹാണ്, അതല്ലെങ്കിൽ മക്കളൊക്കെ വലിയ പൊതുവിൽ സാമ്പത്തികമായൊക്കെ തുല്യാണെങ്കിലും ഒരാൾ നല്ല ആലിമാണ്. ഇങ്ങനെ ഇൽമിന്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ സ്വാലിഹാണെന്ന അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ഹാജത്ത് അയാളുടെ വിഷമം പ്രയാസത്തിന്റെ അടിസ്ഥാനത്തിലോ ചില മക്കൾക്ക് മറ്റു മക്കളെക്കാൾ മുൻഗണന കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെയുള്ള പ്രത്യേക കാരണങ്ങൾ ഇല്ലാതെ നിൽക്കുമ്പോൾ മക്കൾക്കിടയിൽ ദാനം കൊടുക്കുന്നതിൽ തുല്യത പാലിക്കുക എന്നത് സുന്നത്താണ്. അത് മറിച്ചാവുമ്പോൾ കറാഹത്ത് വരും. ഓക്കെ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഒരു റോഡാണ് മധ്യത്തിലുള്ളത്. അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തൊരു പള്ളി, ഇപ്പുറത്തെ ഭാഗത്തൊരു പള്ളിയുണ്ട്. രണ്ട് സ്ഥലത്തും ജുമാ നടക്കുന്നു. പക്ഷെ ഞങ്ങൾ ഏത് പള്ളിയിലേക്ക് കൂടണമെന്നാണ് ഒരു ചോദ്യം. ഉസ്താദെ, അത് സ്വയ്യാവൂല എന്നല്ല പറയപ്പെടുന്നു. അതുകൊണ്ട് ഏതാണെന്ന് വിശദീകരിച്ചാൽ മതി. ഒരേ സ്ഥലത്ത് റോട്ടിന്റെ അങ്ങേ പൊളിയിലും ഇങ്ങേ ഭാഗത്തുമായിട്ട് രണ്ട് പള്ളി, രണ്ടിലും ജുമാണ്ട്, രണ്ടും സുന്നത്തുമാണ്. അവിടെ പറയണം രണ്ടും സുന്നത്തുമാണ്. എങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന രണ്ടിൽ ഏതിൽ കൂടിയാലും ജുമാ സഹിയാകും. ഒരു നാട്ടിൽ ഒന്നിലധികം ജുമാ നടത്തുന്നതിന് അനുവാദം വേണമെങ്കിൽ ഉസുറുൽ ഇജ്തിമാ, ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൽ പ്രയാസം എന്ന കാരണമാണ് ഫുഖഹാ പറഞ്ഞത്. ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൽ പ്രയാസമാവുക. ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൽ പ്രയാസമാകുമ്പോൾ ആവശ്യമനുസരിച്ച് പള്ളി ഉണ്ടാക്കാവുന്നതാണ് എന്നതാണ് ഷാഫി മദ്ഹബിന്റെ മുഅ്തമദ്. അതനുസരിച്ച് ഒരു നാട്ടിൽ കുടുംബപരമായ കാരണങ്ങളാൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായ കാരണങ്ങളാൽ അതല്ലെങ്കിൽ സംഘടനാപരമായ കാരണങ്ങളാൽ ജനങ്ങൾ തമ്മിൽ കലഹിക്കുകയും കുഴപ്പവും പ്രശ്നവും ഉടലെടുക്കുകയും ഒരു പള്ളിയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാൽ പരസ്പരം സംഘട്ടനവും കലഹവും ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി പള്ളി വേറെയുണ്ടാക്കി അതിൽ ജുമാ തുടങ്ങാവുന്നതാണ്. ഈ അടിസ്ഥാനത്തിലാണ്
പഴയ കാലത്ത് രാഷ്ട്രീയമായ പ്രശ്നങ്ങളെ കൊണ്ട് ഒരു മഹല്ലത്തിൽ ഒന്നിലധികം പള്ളികൾ ഉണ്ടായ സ്ഥലങ്ങളുണ്ട്. ചില കുടുംബപരമായ വൈരം കൊണ്ട് ഒരു മഹല്ലത്തിൽ ഒന്നിലധികം പള്ളികൾ ഉണ്ടായതുണ്ട്. നിങ്ങൾക്ക് ഏത് ഭാഗത്തുള്ള ആളാണെന്ന് അറിയില്ല, കാസർഗോഡ് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പണ്ട് ബഹുമാനപ്പെട്ട അവറ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു കാസർഗോഡ് ഖാദിയായിരുന്ന മഹാനവറുകളുള്ള കാലത്ത് പുഴക്കര മുതലാളിയും തളങ്കര മുതലാളിയും തമ്മിൽ പ്രശ്നമുണ്ടായി. ഖാദിയെ പറ്റിയിട്ട് രണ്ട് ഗ്രൂപ്പായി. അങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള പള്ളിയിൽ ജുമാ തുടങ്ങിയത്. മാലിക് ദീനാർ പള്ളിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന തൊട്ട് ദൂരത്താണ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത പള്ളി. അത് പുഴക്കര മുതലാളിന്റെയും മറ്റ് തളങ്കര മുതലാളിന്റെയും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് കാരണന്മാരുടെ നേതൃത്വത്തിലായിരുന്നു. അത് കാരണം അവിടെ വലിയ കുഴപ്പവും അക്രമവും കത്തിക്കുത്തും കൊലപാതകവും ഒക്കെ നടന്ന് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറ്റാത്തപ്പോഴാണ് എന്നതുപോലെ പല സ്ഥലത്തും ഉണ്ട്. അതിൽപ്പെട്ടത് തന്നെയാണ് സമസ്ത രണ്ടായി പിളർന്നു. ഒന്ന് ഔദ്യോഗികമായി ഭരണഘടന അനുസരിച്ച് ജനറൽ ബോഡി കൂടി തെരഞ്ഞെടുക്കപ്പെട്ടതും, മറ്റൊന്ന് പണ്ട് ഞങ്ങൾ സമസ്ത ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തന്നെ എപ്പോഴും സമസ്ത എന്ന് പറയുന്ന അസ്ലി അല്ലാത്ത സമസ്തയും. രണ്ടും സുന്നി തന്നെ. സുന്നി എന്നുള്ളതിലല്ല തർക്കം. അസ്ലിയായ സമസ്ത ഏതാണ്, ഒറിജിനൽ സമസ്ത ഏതാണെന്ന അത് സ്വാഭാവികമായിട്ടും നിയമപ്രകാരം ജനറൽ ബോഡി കൂടി തെരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുമല്ലോ അസ്ലിയായ സമസ്ത. മറ്റ് ജനറൽ ബോഡി കൂടിയതല്ല, പണ്ടാരോ നോമിനേറ്റ് ചെയ്ത കുറച്ച് ആളുകൾ അതിൽ ബാക്കിയുണ്ട് എന്നല്ലാതെ അതിന് ഭരണഘടനയോ നിയമോ ആയിട്ടൊരു ബന്ധവുമില്ല. അതിന് ജനറൽ ബോഡി കൂടലില്ല, തെരഞ്ഞെടുപ്പ് നടക്കലില്ല. ആരെങ്കിലുമൊക്കെ താല്പര്യത്തിനനുസരിച്ച് നോമിനേറ്റ് ചെയ്യണം. എന്നാലും സുന്നി തന്നെയാണല്ലോ. അങ്ങനെ തമ്മിൽ ഞങ്ങളാണ് യഥാർത്ഥ സുന്നി, അല്ല ഞങ്ങളാണ് യഥാർത്ഥ സുന്നി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറിയും തല്ലും കുലുമാലുമായി അങ്ങനെ വന്നപ്പോ പള്ളിക്ക് കുഴപ്പം വേണ്ട എന്നുള്ള ആൾക്ക് യഥാർത്ഥ സമസ്തക്കാര് ഇപ്പുറത്തൊരു പള്ളി എടുത്ത് അവിടെ ജുമ തുടങ്ങി. പഴയ ആൾക്കാർ ഞങ്ങളാണ് പഴയന്റെ ഉടമക്കാർ എന്ന് പറഞ്ഞാണ്ട് പഴയ ജുമ കൊണ്ടുവരണം. നാട്ടുകാരെല്ലാവരും കൂടിയുള്ള പഴയ ജുമ ഓരും കൊണ്ടുവരണം. രണ്ട് ജുമ ആയിരുന്നോട്ട് ഒരു കുഴപ്പമില്ല. കാരണം എന്താ, ഒരുത്തിയിലായ അത് തല്ല് തീരൂല. ഒരുത്തിയിലായ എന്നും കച്ചറയാണ്, കുൽമാലാണ്, നാട്ടിൽ പ്രശ്നമാണ്. ചിലപ്പോൾ തല്ലടി ഉണ്ടാവും, പോലീസ് വരും, പള്ളി പൂട്ടും. അതിനാട്ടിലും നല്ല രണ്ടെണ്ണാക്കലല്ലേ. ഇങ്ങനെ വരുമ്പോ നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ്? രണ്ടും സുന്നിയാണ്. അതുകൊണ്ട് ഈ പള്ളി പോയാലും സയ്യാവും, മറ്റേ പള്ളി പോയാലും സയ്യാവും. അപ്പൊ ഒരു പള്ളി ഒരു നാട്ടിൽ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നതിന് തടസ്സമില്ലാത്ത സാഹചര്യത്തിൽ ഒരു പള്ളി മതി എന്നാ പറഞ്ഞു. ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പ്രയാസവും ബുദ്ധിമുട്ടും വരുന്ന സാഹചര്യത്തിൽ ഒന്നിലധികം പള്ളിയാവാം. ഒരു ചോദ്യം ഇവിടെ വന്നത്, ഹയലുള്ളപ്പോൾ കമ്പ്യൂട്ടറിൽ ഖുർആൻ നോക്കി തജ്വീദ് നിയമങ്ങൾ എഴുതുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് ചോദ്യം. ഞാൻ മൈക്കോട്ട്. ഇല്ല, കുഴപ്പമില്ല. ഖുർആൻ തൊടുന്നതിന് നാവ് കൊണ്ട് ശരീരം കേൾക്കുന്നവർക്ക് ഓതുന്നതിനേ കുഴപ്പമുള്ളൂ. ഖുർആൻ മുസാഹിഫ് തന്നെ തൊടാതെ നോക്ക് അതിൽ നിന്നിട്ട് മനസ്സുകൊണ്ട് ഓതുകയോ അതല്ലെങ്കിൽ അതനുസരിച്ച് അത് നോക്കിയിട്ട് അതിലെ തജ്വീദിന്റെ നിയമങ്ങൾ എഴുതുകയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നാവ് കൊണ്ട് ഓതാൻ പാടില്ല, കൈകൊണ്ട് തൊടാൻ പാടില്ല, നോക്കണോണ്ട് കുഴപ്പമില്ല. ഓക്കെ. സമയം ബാങ്ക് കൊടുക്കാനിഞ്ഞ് കുറഞ്ഞ സമയമുള്ളൂ, നിർത്തുക. ഞാൻ ആകെ 1 മണിക്കൂർ എന്ന് കരുതി കയറി ഇരുന്നതാ. അപ്പം ഇങ്ങനെ ഓരോരുത്തർ വന്നപ്പോ അങ്ങനെ നീണ്ടു പോയി. ഇനി ബാങ്ക് കൊടുക്കാന് കുറഞ്ഞ സമയമുള്ളൂ. അപ്പൊ അത്യാവശ്യമുള്ള 1-2 ആളുകൾക്ക് വേണമെങ്കിൽ മൈക്കെടുക്കാം വേഗം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് തൽക്കാലം പിരിയാം. ഉസ്താദ്, അബൂബക്കറിന്റെ റൂമില് നമ്മളൊരു അനുഭാവി തന്നെയാണ്. ഒരാള് നാട്ടിൽ പോകാൻ ആഗ്രഹിച്ചിട്ട് സാധിച്ചിട്ടില്ല. 5 കൊല്ലമായി നാട്ടിൽ വന്നിട്ട് ആ കാര്യം പറയുമ്പോൾ കണ്ണിൽ കണ്ണീരാണ് വരുന്നത്. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ ശരിയായി കിട്ടാൻ വേണ്ടി പ്രത്യേകം ഉസ്താദിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റേഡിയോ ശ്രോതാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നേരത്തെ വിളിച്ച് പറഞ്ഞാണ് എന്നോട്. അപ്പൊ അത് ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്കോട്ടു. ബാക്കിയുള്ളവരൊക്കെ ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ശനിയാഴ്ച വീണ്ടും കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അറിയാത്ത കാര്യങ്ങളെ പറ്റി പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല
തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റുകളും വീഴ്ചകളും അബദ്ധങ്ങളും വരുത്തി വെച്ചവരാണ്. നിന്റെ മഹളായ ഫള് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും നിയ്യത്തുകളും സ്വഭാവങ്ങളും നീ ഇഷ്ടപ്പെട്ട നിലക്കാക്കി തരണേ അല്ലാഹ്. നീ വെറുത്തതിൽ നിന്നും നീ വിരോധിച്ചതിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നിട്ടും നീ ഞങ്ങളെ എല്ലാവരെയും സലാമത്താക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞ ആ സഹോദരന് നാട്ടിൽ പോയിട്ട് 5 വർഷമായെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബത്തെ കാണാൻ അല്ലാഹുവേ എന്ത് തടസ്സമാണെങ്കിലും നീ എല്ലാത്തിനും കഴിവുള്ള ഉദ്ദേശിച്ചതൊക്കെ ചെയ്യാൻ പറ്റുന്ന സർവശക്തനാണല്ലോ അല്ലാഹ്. നിന്റെ മഹളായ ഫള് കൊണ്ടും നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് കൊണ്ടും ആ സഹോദരന് നാട്ടിൽ പോകുന്നതിനുള്ള തടസ്സം എന്താണോ അത് നിനക്കറിയാം. നിയമപരമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും എല്ലാ തടസ്സവും നീ നീക്കിക്കൊടുത്ത് അദ്ദേഹത്തിന് നാട്ടിൽ പോകാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അതിനുള്ള സൗകര്യം എളുപ്പത്തിൽ ലഭിച്ച് അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂവണിഞ്ഞു എന്ന വിവരം അറിഞ്ഞ് സന്തോഷിക്കാൻ സാധുക്കളായ ഞങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഏത് നാട്ടുകാരനാണെന്നോ അദ്ദേഹത്തിന്റെ പേരെന്താണെന്നോ പോലും ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ന നിലക്ക് ഈമാനികമായ ഒരു ബന്ധത്തിന്റെ പേരിൽ സാധുക്കളായ ഈ 100 കണക്കിന് ആളുകൾ റബ്ബെ നിന്നോട് അപേക്ഷിക്കുന്നു. ആ സഹോദരന് എന്ത് തടസ്സമാണെങ്കിലും നീ അത് നീക്കിക്കൊടുത്ത് സന്തോഷവും റാഹത്തും എളുപ്പവും സൗകര്യവും ചെയ്തു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടം വീട്ടാനുള്ള ഹലാലായ വഴി നീ എളുപ്പമാക്കണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് വെക്കാനുള്ള മാർഗം നീ ഹലാലായ വഴിയിൽ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. വീട് പണി തുടങ്ങി വെച്ചവർക്ക് അത് പൂർത്തിയാക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. കടം കുടുങ്ങിയവരുടെ കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ റഹ്മാനെ. ജോലിയില്ലാത്ത ആളുകൾക്ക് റബ്ബെ ഖൈറും ബറക്കത്തുമുള്ള അനുയോജ്യമായ ജോലി നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബെ. ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഖൈറും ബറക്കത്തും സബാത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുദീറന്മാർക്കും ഞങ്ങളുടെ കഫീലന്മാർക്കും ഞങ്ങളുടെ മസ്ഊലിയങ്ങൾക്കും ഒക്കെ ഞങ്ങളോട് പ്രത്യേകമായ സ്നേഹവും താല്പര്യവും കൊടുത്ത് ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ പുരോഗതിയും അഭിവൃദ്ധിയും സന്തോഷവും നൽകണേ അല്ലാഹ്. കുടുംബങ്ങളിലും സഹപ്രവർത്തകന്മാരിലും ഒക്കെ നീ സ്നേഹവും ഒത്തൊരുമയും നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ റബ്ബെ. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുർ-റഹീമായ റബ്ബെ, ഞങ്ങളെ മക്കൾ പരീക്ഷയിലാണ് റബ്ബെ. പലരും പരീക്ഷ എഴുതി, ചിലരും എഴുതിക്കൊണ്ടിരിക്കുന്നു. നല്ല ഉത്തരം നൽകി ഉന്നതമായ വിജയം ലഭിക്കാൻ നീ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഒരു രംഗത്തും ഞങ്ങളെ മക്കളെ ആരെയും നീ പരാജയപ്പെടുത്തില്ല റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ മക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കി വളർത്തിത്തരണേ അല്ലാഹ്. ആഖിർ സമാന്റെ ഫിത്നയിലും ഫസാദിലും വലാലത്തിലും പെട്ട് നശിക്കുന്ന കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും നീ പെടുത്തല്ലേ റഹ്മാനെ. റബ്ബെ, പലതരത്തിലുള്ള രോഗങ്ങളിൽ വിഷമിക്കുന്നവരുണ്ട്. പടച്ചവനെ, ആയുസ് എത്തിയവരാണെങ്കിൽ വിഷമത്തിലാക്കാതെ എളുപ്പത്തിൽ ഹുസ്നുൽ ഖാത്തിമത്ത് കൊടുക്കണേ അല്ലാഹ്. ആയുസ് ഉണ്ടെങ്കിൽ റബ്ബെ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. അതിന് എന്ത് സബബാണോ വേണ്ടതെങ്കിൽ അതിലേക്ക് ഞങ്ങളെ നീ എളുപ്പമാക്കി തരണേ പടച്ചവനെ. റഹ്മാനായ തമ്പുരാനെ, മാറാവ്യാധി ഭീകരമായ രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പെട്ടെന്നുള്ള രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ മരണം കൊണ്ട് ഞങ്ങളെ നീ പിടികൂടല്ലേ റഹ്മാനെ. റബ്ബെ, ഞങ്ങൾ വാഹനം ഓട്ടുന്നവരും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുമാണ്. റോട്ടിൽ പടഞ്ഞ് മരിക്കാൻ ഞങ്ങളെ നീ ഇടവരുത്തല്ലേ അല്ലാഹ്. ആക്സിഡന്റിലും അപകടങ്ങളിലും വരുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, മരിച്ചതിന് ശേഷം കീറി മുറിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ റബ്ബേ. പടച്ചവനെ, ആഫത്ത് മുസീബത്തുകളിൽ നിന്നിട്ടൊക്കെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളെ ബന്ധുക്കൾ, ഞങ്ങളെ സ്നേഹജനങ്ങൾ, ഉസ്താദന്മാര്, പ്രവർത്തകന്മാര്, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ പലരും മരണപ്പെട്ടുപോയി. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെയൊക്കെ പരലോക ജീവിതം നീ സന്തോഷമാക്കണേ അല്ലാഹ്. പടച്ചവനെ, മരണം വരെ നിന്ന് നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനുള്ള ആഫിയത്ത് നിലനിർത്തി തരണേ പടച്ചവനെ. ഞങ്ങളെ ആഫിയത്ത് എടുത്തു കളഞ്ഞുകൊണ്ട് ഞങ്ങളെ നോക്കുന്നവർക്കും പരിചരിക്കുന്നവർക്കും ഒരു ബാധ്യതയാക്കി ഞങ്ങളെ നീ കിടത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, ജീവിക്കാനും കുടുംബം പോറ്റാനും മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥ നീ തരല്ലേ പടച്ചവനെ. ഹലാലായ മാർഗത്തിൽ ജീവിക്കാനും കുടുംബം പോറ്റാനുള്ള ഐശ്വര്യം തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബേ, ജീവിതം ഹൈറാവുന്ന സമയത്ത് ഹൈറായ കാര്യങ്ങൾ ചെയ്ത് നിന്റെ പൊരുത്തം നേടി അവസാനം മരണം ഹൈറാവുന്ന സമയത്ത്
അള്ളാഹുവേ ആ ഹൈറായ സമയത്ത്, നല്ല കാര്യവുമായി ബന്ധപ്പെടുന്ന സമയത്ത്, നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് കടപാടുകൾ വീട്ടി വസിയത്ത് പറഞ്ഞ് തൗബ ചെയ്യപ്പെട്ട നിലക്ക് റഹ്മാനെ ഹുസ്നുൽ ഖാതിമത്ത് തരണേ അല്ലാഹ്. മരിക്കുന്നതിന് പല പ്രാവശ്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണിച്ചു തരണേ അല്ലാഹ്. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ആ ഹബീബിന്റെ ആത്മീയ സാന്നിധ്യം കൊണ്ട് ആ ഷറഫാക്കപ്പെട്ട നാവിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലുന്നത് കേട്ട് ഏറ്റു ചൊല്ലിക്കൊണ്ടുള്ള ഹുസ്നുൽ ഖാതിമത്ത് ഞങ്ങൾക്ക് നീ തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, അവളെ ഖബർ ജീവിതം നീ സന്തോഷമാക്കണേ റഹ്മാനെ. മഹ്ശറ വൻസഭയിൽ ചുട്ടുപൊള്ളുന്ന സമയത്ത് നിന്റെ അർശിന്റെ തണലേകപ്പെടുന്ന മോമിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി തരണേ അല്ലാഹ്. ഹബീബിന്റെ ചാരത്തണഞ്ഞ ആ ഷറഫാക്കപ്പെട്ട തൃക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും റബ്ബെ ഹബീബിന്റെ ഷഫായത്ത് കൊണ്ട് പരിപൂർണ വിജയം നേടാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ നീ എത്തിക്കണേ റഹ്മാനെ. നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തിൽ ഫിർദൗസിൽ നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങളോടുകൂടി ഒരുമിച്ചുകൂടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, ഞങ്ങളോട് സഹായ സഹകരണങ്ങൾ ചെയ്തു തന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങൾ ദുആവസിയത്ത് ഏറ്റെടുത്ത, ഞങ്ങളോട് ദുആവസിയത്ത് ചെയ്ത എല്ലാ മോമിനും മോമിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും ദുനിയാവും ആഖിറവും നീ ഖൈറിലും സലാമത്തിലും റാഹത്തിലുമാക്കണേ തമ്പുരാനെ. റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء المرسلين والحمد لله رب العالمين. دعاء وصية. السلام عليكم ورحمة الله.